പകൽക്കാലം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. അതോടൊപ്പം തന്നെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഈ ദൂത് ഓൺലൈനിൽ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഹാളിൽ തന്നെ വെച്ച് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇത് കേൾക്കണമെന്ന് വളരെ നിർബന്ധമുള്ളത് കൊണ്ട് ഈ ലിങ്ക് മറ്റുള്ളവർക്ക് പാസ് ഓൺ ചെയ്യുവാൻ ഞാൻ താഴ്മയോടെ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സാധാരണ പ്രാസംഗികന്മാർ ഇസ്രായേലിൽ എന്ത് സംഭവിച്ചാലും, യഹൂദൻ എന്ത് സംഭവിച്ചാലും, എത്ര ഒക്ടോബർ 7 നടന്നാലും സ്തോത്രം സഭ മിണ്ടത്തില്ല, ദൈവദാസന്മാർ മിണ്ടത്തില്ല. അവരുടെ സർവൈവൽ ആണ് ചിന്തിക്കുന്നത്. അവർ ഓരോരുത്തരുടെ സുരക്ഷിതത്വമാണ് ചിന്തിക്കുന്നത്. എന്നാൽ അപ്പോസ്തലന്മാരാകട്ടെ, അതുപോലെ സഭാപിതാക്കന്മാരാകട്ടെ, അവർക്ക് വേണ്ടിയല്ല പ്രസംഗിച്ചത്, അവർക്ക് വേണ്ടിയല്ല ജീവിച്ചത്. അവർ ജീവിച്ചത് കർത്താവിന് വേണ്ടി, അവർ സംസാരിച്ചത് കർത്താവിന് വേണ്ടി. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ബിഫോർ വി ആർ ടേണിംഗ് ടു റെവലേഷൻ ചാപ്റ്റർ 12 ഫസ്റ്റ് 7 വേഴ്സസ്, ദ ബുക്ക് ഓഫ് എസ്തേർ ചാപ്റ്റർ 6 വേഴ്സ് 13. അതെ, സ്തോത്രം. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. തനിക്ക് ശബ്ദം ഉയർത്തി വാചാട്ടെ. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ ശേരസിനോടും തൻ്റെ സ്നേഹിതന്മാരോടും വിവരിച്ച് പറഞ്ഞ്, തൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ ശേരസും അവനോട് മൊർദെഖായിയുടെ മുൻപിൽ നീ വീഴുവാൻ തുടങ്ങി, അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകയുള്ളൂ എന്ന് പറഞ്ഞു. മൊർദെഖായിയുടെ മുൻപിൽ നീ വീഴുവാൻ തുടങ്ങി, അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല. മധ്യപൂർവ്വ ദേശം അത് കേൾക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ മുൻപിൽ നീ വീഴുവാൻ തുടങ്ങി. ദൈവജനം കേൾക്കട്ടെ. നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മുൻപിൽ വീഴുവാൻ തുടങ്ങി. നിന്റെ വെല്ലുവിളി നിന്റെ മുൻപിൽ വീഴുവാൻ തുടങ്ങി. നിന്റെ പ്രതിസന്ധി നിന്റെ മുൻപിൽ പണം വിടർത്തി നിൽക്കുന്ന സർപ്പം പോലെ വെല്ലുവിളിക്കുന്ന സകല വിഷയങ്ങളും നിന്റെ മുൻപിൽ സകല നാമത്തിന് മേലായ നസ്രേന യേശുവിന്റെ നാമത്തിൽ നിന്റെ മുൻപിൽ വീഴുവാൻ തുടങ്ങി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 1 to 7. അതെ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ബൈബിളിലുള്ള എല്ലാവരും തുറന്നാട്ടെ. ബൈബിളിലുള്ള എല്ലാവരും എടുക്കുക. സ്തോത്രം. നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം. റെഡി? സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവിടെ കാൽക്കീഴ് ചന്ദ്രനും അവിടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകൾ കോൾ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരും മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. 7-ാം വാക്യം. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരും മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. ശബ്ദമുയർത്തി പറഞ്ഞേ, യേശുവിൻ നാമത്തിൽ എന്നോട് പൊരുതുന്നവർ ജയിക്കയില്ല. ഒരിക്കൽ കൂടെ, യേശുവിൻ നാമത്തിൽ എന്നോട് പൊരുതുന്നവർ ജയിക്കയില്ല. പോരാ ധൈര്യത്തോടെ പറഞ്ഞേ, യേശുവിൻ നാമത്തിൽ എന്നോട് പൊരുതുന്നവർ ജയിക്കയില്ല.
വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ തുടങ്ങി ഈ ഭൂമിയിൽ ദൈവം എന്തെങ്കിലും കാര്യപരിപാടി ചെയ്യുന്നു എങ്കിൽ ദൈവം മനുഷ്യരിലൂടെയാണ് ചെയ്തത്. ഒരിക്കൽ കൂടെ, സർവശക്തനാണ് ദൈവം, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് ദൈവം. എന്നാൽ ഭൂമിയിൽ നേരിട്ട് നിങ്ങൾ മാറി നിന്നു, ചെയ്യേണ്ടത് എന്തെന്ന് എനിക്കറിയാം എന്ന അഹങ്കാരിയായ ഒരു ദൈവത്തെ അല്ല നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ചില വീടുകളിൽ ചിലരിരുന്ന് പറയാറില്ലേ, ഞാൻ തീരുമാനിക്കും ഇവിടെ എന്ത് നടക്കണമെന്ന്, ഞാൻ തീരുമാനിക്കുന്നതേ ഇവിടെ സംഭവിക്കത്തുള്ളൂ, ഇത് എൻ്റെ വീടാണ് എന്ന് ചില നിഗളികൾ പറയുന്നു. എങ്കിൽ താഴ്മയുള്ള ദൈവമക്കൾ പറയും, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം ഭൂമിയിൽ സമ്പൂർണ്ണമാകട്ടെ. ദൈവം താഴ്മയുള്ളവനാണ്. ആ ദൈവം സർവശക്തനാണെങ്കിലും ദൈവം ഭൂമിയിൽ മനുഷ്യരിലൂടെയാണ് തൻ്റെ പ്രവൃത്തിയെ ചെയ്തത്. ഏദൻ തോട്ടത്തെ സംരക്ഷിപ്പാൻ, അതിനെ പരിപാലിപ്പാൻ ഒരു ആദാമിനെ ദൈവം തിരഞ്ഞെടുക്കുകയുണ്ടായി. വേദപുസ്തകത്തിൻ്റെ പേജസിലും ഏജസിലും ബൈബിളിൻ്റെ ഓരോ ഏടുകളിലും ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതായ വ്യക്തികളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വീണ്ടും ഒരിക്കൽ കൂടെ, ദൈവം തൻ്റെ പദ്ധതിക്കായി ദൈവം തിരഞ്ഞെടുത്തതായ വ്യക്തികളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അർത്ഥം, ഒരു മോശ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പുറപ്പാടുള്ളൂ, ഒരു പൗലോസ് ഉണ്ടെങ്കിൽ മാത്രമേ 13 ലേഖനമുള്ളൂ, ഒരു പത്രോസ് ഉണ്ടെങ്കിൽ മാത്രമേ 3000 പേരുടെ സ്നാനം നടക്കത്തുള്ളൂ, ഒരു ഗിദെയോൻ ഉണ്ടെങ്കിൽ മാത്രമേ പരാക്രമശാലിയായി വലിയൊരു ജയമുള്ളൂ. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നീ ഉണ്ടെങ്കിൽ മാത്രമേ നിന്നിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതിക്കായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളെ വില കുറച്ച് കാണുന്നതായ വ്യക്തികളുണ്ടായിരിക്കാം, നിങ്ങൾ ആരെന്ന് മനസ്സിലാക്കാത്തതായ ജീവിതങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ലോകസ്ഥാപനത്തിന് മുൻപേ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ ചിന്തിച്ചിട്ടില്ലാത്ത വിലയേറിയ പദ്ധതിക്കായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തൻ്റെ പദ്ധതിക്കായി തിരഞ്ഞെടുത്തതായ 2 കൂട്ടരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഒന്ന് സ്പിരിച്വൽ, മറ്റൊന്ന് ഫിസിക്കൽ. ഒരിക്കൽ കൂടെ, ദൈവം തൻ്റെ പദ്ധതിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന 2 കൂട്ടരെ ഈ വിശുദ്ധ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒന്ന് ഭൗതികമായി, മറ്റൊന്ന് ആത്മീയമായി. 2 ആത്മീയമാണ്. അഫ്കോഴ്സ് 2 ആത്മീയമാണ്. കാരണം ദൈവം ആത്മാവാണ്. ദൈവം എന്തെങ്കിലും ചെയ്താൽ ഭൗതികം മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ എന്നല്ല, ദൈവം ആത്മീയമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഫിസിക്കൽ കണ്ണുകൊണ്ട്, പുറമേയുള്ള കണ്ണുകൊണ്ട് ഇതാ ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു കൂട്ടരെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കാണുവാൻ കഴിയും. ഒരിക്കൽ കൂടെ, പുറമേയുള്ള കണ്ണുകൊണ്ട് ഇതാ ദൈവം തിരഞ്ഞെടുത്തതായ ജാതി, ദൈവത്തിൻ്റെ പദ്ധതി അവർ ചെയ്യുന്നു, ദൈവത്തിൻ്റെ പരിപാടിയാണ് അവരിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ദൈവകൃപയാൽ പുറമേയുള്ള കണ്ണുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ജനതയുണ്ട്. ആരാണ് പറഞ്ഞാട്ടെ? ഫിസിക്കലി ആരാണത്? യഹൂദൻ അഥവാ ജ്യൂ, ഇസ്രായേൽ. ഫിസിക്കലി പുറമേയുള്ള കണ്ണുകൊണ്ട് കാണത്തക്ക ക്രമത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവനാണ് ഇസ്രായേൽ, അല്ലെങ്കിൽ യഹൂദൻ. അതേ സമയത്ത് ആത്മീയ കാര്യാദിക്ക് വേണ്ടി, ആത്മീയ പദ്ധതിക്ക് വേണ്ടി ദൈവം സകല ജാതികളിൽ നിന്ന്, എല്ലാ ഭാഷകളിൽ നിന്ന്, എല്ലാ വംശങ്ങളിൽ നിന്ന് തൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ജനമാകുന്ന ദൈവത്തിൻ്റെ സഭ. ഒരു പക്ഷിയുടെ 2 ചിറകെന്നതുപോലെ, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്നതുപോലെ, ഒരു വശത്ത് സ്തോത്രം പഴയ നിയമത്തിൽ നമുക്ക് യഹൂദന്മാരെയും പുതിയ നിയമത്തിൽ ക്രൂശിനു ശേഷം ദൈവത്തിൻ്റെ സഭയും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ പുസ്തകം വിശ്വസിക്കുന്ന, ഈ പുസ്തകത്തിൻ്റെ സത്യം തിരിച്ചറിയുന്ന ഒരൊറ്റ വ്യക്തിക്ക് പോലും യഹൂദനെ വെറുക്കുവാൻ കഴിയത്തില്ല. കാരണം എന്താണ്? സ്തോത്രം, യഹൂദന്മാർ നിങ്ങളുടെ സഹോദരന്മാരാണ്. സ്തോത്രം, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യഹൂദന്മാർ നിങ്ങളുടെ സഹോദരന്മാരാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകം പറയുന്നു, പ്രേ ഫോർ ദ പീസ് ഓഫ് ജെറുസലേം, യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പേൻ. സ്തോത്രം, നിങ്ങളുടെ കയ്യിലിരിക്കുന്നതായ പുസ്തകം അതേ പറയുന്നു, യഹൂദൻ ദൈവത്താൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനമാണ്. ആ ജനത്തിൻ്റെ പ്രത്യേകത നോക്കാം. ഞാൻ പറയട്ടെ, ആ ജനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു വശത്തെ യഹൂദനുണ്ട്, മറുവശത്ത് സ്തോത്രം ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയുണ്ട്. ഒരു വശത്തെ യഹൂദന്, മറുവശത്ത് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. അതിൻ്റെ ഒരു പ്രൊഫറ്റിക് ചിത്രം ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ ഒരു ചിത്രം. അതൊരു വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബെത്ലഹേം എന്ന പട്ടണത്തിൽ ഒരു വിവാഹം ഇതാ
നടക്കുവാൻ പോകുന്നു. ആ വിവാഹം പറഞ്ഞ് ഒപ്പിക്കുകയാണ്. ദാറ്റ് മീൻസ് അത് ഫിക്സ് ചെയ്യുകയാണ്. ചെറുക്കൻ ലോക്കലാണ്, പെണ്ണ് ഇന്റർനാഷണൽ ആണ്. ഉറങ്ങിയിരുന്ന ആരാണ്ട് അത് കേട്ടപ്പോൾ കണ്ണു തുറന്നു. സ്തോത്രം. ചെറുക്കൻ ലോക്കലാണ്, അവന്റെ പേര് ബോവസ്. പക്ഷെ പെണ്ണ് കുറച്ച് അകലെ നിന്നാണ് വരുന്നത്, അവളുടെ പേര് രൂത്ത്. സ്തോത്രം. ബോവസ് യഹൂദനെ കുറിക്കുന്നുവെങ്കിൽ രൂത്ത് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന മണവാട്ടിയായ ദൈവസഭയെ കുറിക്കുന്നു. ഒരിക്കൽ കൂടെ സ്തോത്രം. യഹൂദനെ ബോവസ് പ്രതിനിധീകരിക്കുമ്പോൾ രൂത്ത് സ്തോത്രം അതേ മണവാട്ടി സഭയെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ വേദപുസ്തകം പറയുന്നു, രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ യെരൂശലേമിന്റെ പട്ടണത്തിൽ ബേത്ലഹേമിന്റെ പട്ടണത്തിൽ വെച്ച് ആ വിവാഹം ഫിക്സ് ചെയ്തു. അങ്ങനെ ബോവസിനും രൂത്തിനുമായി ഒരു മകൻ ജനിച്ചു. അവന്റെ പേരാണ് ഒബേദ്. എല്ലാവരും പറഞ്ഞാട്ടെ, ഒബേദ്. ഇശായിയുടെ സ്തോത്രം പിതാവാകുന്ന ഒബേദ്, ദാവീദിന്റെ വല്യപ്പച്ചനാകുന്ന ഒബേദ്. What do you mean by ഒബേദ്? ഒബേദ് എന്ന പദത്തിന് അർത്ഥം the move of God. ഒബേദ് എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ ചലനം. സഹോദരന്മാരെ, സ്തോത്രം. അതെ, മധ്യപൂർവ്വദേശത്തിൽ ഏറ്റവും വലിയ ഭീഷണികൾ, യുദ്ധഭീഷണികൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സഭയെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് ദൈവത്തിന്റെ ചലനത്തിന്റെ ദിവസങ്ങളാണ്. ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ സ്തോത്രം ലോകരാജ്യങ്ങളിൽ ദൈവത്തിന്റെ ശക്തമായ സുവിശേഷീകരണത്തിന്റെ ചലനം ദൈവകൃപയാൽ ഈ ജനം ഈ മണിക്കൂറുകളിൽ കാണുവാൻ വേണ്ടി പോകുന്നു. ഒരു വശത്ത് ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന യഹൂദൻ എന്ന പ്രത്യേക ജനവും, മറുവശത്ത് ദൈവത്തിന്റെ സഭയും. ഈ രണ്ടു കൂട്ടരെയും നോക്കി ദൈവത്തിന് പറയാനുള്ളത് സ്തോത്രം എന്തൊക്കെയാണ്? ഈ ജനത്തെ നോക്കി ദൈവം പറഞ്ഞിരിക്കുന്ന ചില ടൈറ്റിലുകളുണ്ട്. കേട്ടാട്ടെ. പുറപ്പാട് പുസ്തകം എഴുതേണ്ടവർ എഴുതിയെടുക്ക്. 3-ാം അധ്യായം പുറപ്പാട് 3:7, 2 ദിനവൃത്താന്തം 7:14. ഒന്നാമതായി ദൈവം പറയുന്നു, 2 Chronicles 7:14, 2 ദിനവൃത്താന്തം 7:14. പുറപ്പാട് 3:7 ദൈവം പറയുന്നു, ഇവർ എന്റെ ജനം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആരാണ് ഇവർ? അവരെ നോക്കി ദൈവം പറയുന്നു, ഇവർ എന്റെ ജനം. ഇത് അവരെ കുറിച്ച് മാത്രമല്ല, നിങ്ങളെ കുറിച്ചും കർത്താവ് പറയുന്നു. നിന്നെ മറ്റുള്ളവർക്ക് തട്ടാനും കൊട്ടാനും ഉള്ളതല്ല. ഇവൻ എന്റേതാണ്, ഇവൾ എന്റേതാണ്. രണ്ടാമത് വേദപുസ്തകം പറയുന്നു, പുറപ്പാട് 19:5 വായിക്കുമ്പോൾ ഈ ജനത്തെ നോക്കി ദൈവം മറ്റൊരു കാര്യം പറയുകയാണ്, മറ്റൊരു ടൈറ്റിൽ പറയുകയാണ്, ഇവർ ഒരു പ്രത്യേക സമ്പത്ത്. സ്തോത്രം. ഇത് ഈ ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപിൽ ദൈവത്തിന്റെ ജനമാകുന്ന യഹൂദനാകട്ടെ സഭയാകട്ടെ പ്രത്യേക സമ്പത്ത്. അതിനർത്ഥം നിനക്കൊരു വിലയുണ്ട്. ദൈവം നിനക്ക് തന്നിട്ടുള്ളൊരു വിലയുണ്ട്. ദൈവം നിനക്കൊരു നിലയും വിലയും തന്നിട്ടുണ്ട്. പ്രത്യേക ജനം. സ്തോത്രം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ആവർത്തന പുസ്തകം 4:6 പറയുന്നു, ശ്രേഷ്ഠ ജാതി. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് ശ്രേഷ്ഠ ജാതി? ആ പാട്ടൊന്ന് പറഞ്ഞാട്ടെ. പാട്ട് പാടുകയല്ല, നേരെയില്ല. പാട്ട് പറഞ്ഞാട്ടെ, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. പിന്നെ എന്താണ്? പരദേശികൾ നാം, ഭാഗ്യശാലികൾ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്തോത്രം. ശ്രേഷ്ഠ ജനം. വീണ്ടും വേദപുസ്തകം പറയുന്നു, ആവർത്തന പുസ്തകം 4:20 വായിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ അവകാശമാണ്. ദ ഇൻഹെറിറ്റൻസ്, ദൈവത്തിന്റെ അവകാശമാണ്. ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ അവകാശമാണ് നിങ്ങൾ. മീനിങ് ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. സ്തോത്രം. സ്വിസ് ഫ്രാങ്ക് കൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ സ്തോത്രം പൗണ്ട് കൊടുത്തിട്ടല്ല, US ഡോളർ കൊടുത്തിട്ടല്ല, കുവൈറ്റി ദിനാർ കൊടുത്തിട്ടല്ല, വെള്ളി കൊണ്ടല്ല, പൊന്നുകൊണ്ടല്ല, ഹാബെലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്താൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ അവകാശമാണ് നിങ്ങൾ. ദൈവത്തിന്റെ അവകാശമാണ്. വീണ്ടും വേദപുസ്തകം പറയുന്ന ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, ഹോളി പീപ്പിൾ, വിശുദ്ധ ജനമാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ ജനമാണ്? വിശുദ്ധ ജനമാണ്. സ്തോത്രം. അപ്പനും അമ്മയും മലയാളിയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ബംഗാളി കുട്ടികൾ ജനിക്കത്തില്ല. അപ്പനും അമ്മയും മലയാളിയാണെങ്കിൽ അവർക്ക് മലയാളി കുട്ടികൾ മാത്രമേ ജനിക്കത്തുള്ളൂ എന്നതുപോലെ വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധിയിൽ കഴിയുന്ന മക്കൾ ജനിക്കത്തില്ല. വിശുദ്ധനായ ദൈവത്തിന് വിശുദ്ധിയുടെ മക്കൾ മാത്രമേ ജനിക്കത്തുള്ളൂ. അവർ വിശുദ്ധ ജനമാണ്.
വീണ്ടും വേദപുസ്തകം പറയുന്നു, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ പ്രത്യേക ജനമാണ്, അവർ പ്രത്യേക ജനമാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടാ നമ്മളെ കാര്യ പറയുന്നത്, പറഞ്ഞേ പ്രത്യേക ജനമാണ്, അവർ പ്രത്യേക ജനമാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ കടന്നു വന്നാൽ കർത്താവ് നിന്നെ നോക്കി പറയും, നീ സാധാരണക്കാരനല്ല, നീ എൻ്റെ മുൻപിൽ ഒരു പ്രത്യേക ജനമാണ്. 4 പേർ അത് കാണും, മറ്റുള്ളവർ പറയും, നിന്നെക്കുറിച്ചൊരു സംസാര വിഷയം ദേശത്തിൽ ഈ ദിവസങ്ങൾ ഉണ്ടാകും. ആരോട് പറയാൻ? നിന്നെക്കുറിച്ചൊരു സംസാര വിഷയം ദേശത്തിലുണ്ടാകും. നീ ഒരു പ്രത്യേക ജനമാണ്. ആവർത്തന പുസ്തകം ഡിട്രോമി 14-ാം അധ്യായം 2-ാം വാക്യം, ആവർത്തന 14:2 വായിക്കുമ്പോൾ ആ ജനത്തെ നോക്കി ദൈവം വീണ്ടും പറയുന്നു, സ്തോത്രം, നിങ്ങളൊരു വിശുദ്ധ ജനമാണ്, നിങ്ങളൊരു വിശുദ്ധ ജനമാണ്, വിശുദ്ധ ജനം. 2 ശമൂവേൽ 14-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, ദൈവത്തിന്റെ ജനമാണ്, പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജനമാണ്. പാസ്റ്ററെ ജനമല്ല, സംഘടനയുടെ ജനമല്ല, ഏതോ പ്രവാചകന്റെ ജനമല്ല. ഒരു മനുഷ്യനും നിങ്ങൾ നോക്കിയിട്ട് നീ എൻ്റെ ആത്മാവ് എന്ന് പറയാൻ കഴിയത്തില്ല. പകരം ദൈവം പറയുന്നു, സ്തോത്രം, ആരാണ്? അതെ, നീ ദൈവത്തിന്റെ ജനമാണ്. ഇവൻ ഞങ്ങളെ വിശ്വാസി എന്നാരും നിന്നെ നോക്കി പറയില്ല. ഓ കമാൻ, തീർന്നു. ഓ യവൻ ഞങ്ങളെ വിശ്വാസി, ഞങ്ങളെ നോ, ചുമ്മാ ഇരിക്ക. സ്തോത്രം. പകരം 100% നീ മനുഷ്യന്റെ വകയല്ല, ദൈവത്തിന്റെ ജനമാണ്, പീപ്പിൾ ഓഫ് ഗോഡ്. യെശയ്യാ 44:7-ാം വാക്യം, യെശയ്യാ 44:7-ാം വാക്യം പറയുന്നു, പുരാതന ജനമാണ്, പുരാതന ജനമാണ്. നിങ്ങളവരെയൊക്കെ കണ്ടത് മിനിഞ്ഞാന്നാണ്, പക്ഷേ ദൈവം പണ്ടേ നിങ്ങളെ കണ്ടതുകൊണ്ട് പുരാതന ജനമാണ്. ഈ കഴിഞ്ഞ മഴയത്ത് പെട്ടെന്ന് വളർന്നു വന്ന കൂണല്ല, തകരയല്ല, പുരാതന ജനമാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 2:9 പറയുന്നു, സ്തോത്രം, ഒരു ജാതിയ രാജകീയ പുരോഹിത വർഗമാണ്. സ്തോത്രം, രാജകീയ പുരോഹിത വർഗമാണ്. അതെ, ദൈവത്തിന്റെ ജനം, അവർ സ്തോത്രം ദൈവത്തിന്റെ മക്കളാണ്, പ്രത്യേക സമ്പത്താണ്, ശ്രേഷ്ഠ ജാതിയാണ്, ദൈവത്തിന്റെ അവകാശമാണ്, വിശുദ്ധ ജനമാണ്, പ്രത്യേക ജനമാണ്, വിശുദ്ധ ജനമാണ്. ആൻഡ് സോ ഓൺ. ദൈവകൃപയാൽ സ്തോത്രം, ഞായറാഴ്ച ചർച്ചിൽ വന്നു, ഒരു സ്തോത്രക്കാഴ്ച ഇട്ടു, 2 പാട്ട് പാടി, അതുകൊണ്ട് ജീവിതം തീർന്നു എന്ന് പറയുന്നില്ല. പകരം സ്തോത്രം, ദൈവത്തിന്റെ വലിയ വലിയ കാര്യ പരിപാടിക്ക് വേണ്ടി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിങ്ങളിലൂടെയാണ് ചലിക്കുന്നത്. സ്തോത്രം, സ്പിരിച്വലി ദൈവം നിങ്ങളിലൂടെ ചലിക്കുന്നു. അതുപോലെ ദൈവം യഹൂദനിലൂടെ ചലിക്കുന്നു. സ്തോത്രം, ഈ 2 ജനത്തിനും ബാധിക്കുന്നതായ, അല്ലെങ്കിൽ 2 ജനത്തിന് ഒരേപോലെ സംഭവിക്കുന്ന ഒരു കാര്യം പറയട്ടെ, അവൻ എന്ത് തൊടുവോ അത് സാധിക്കും. അവൻ എന്ത് തൊടുവോ അവിടെ പരാജയം കാണത്തില്ല, അവിടെ സക്സസ് ആയിരിക്കാം. സ്വന്തം കരത്തെ നോക്കി പറ, എന്ത് ചെയ്താലും സംഭവിക്കും. പറഞ്ഞ്, എന്ത് ചെയ്താലും അത് സാധിക്കും. സകലതും സാധ്യമാക്കുന്ന കരങ്ങളാണ് നിന്റെ കരങ്ങൾ. ചരിത്രം നോക്കിയാട്ടെ, അമേരിക്കയുടെ 1ാമത്തെ സ്തോത്രം പ്രസിഡന്റ് ആയിരുന്നു ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടൺ സ്തോത്രം വീരശൂര പരാക്രമശാലി എന്നാണ് സ്തോത്രം ലോകം മുഴുവൻ വാഴ്ത്തുന്നത്. പക്ഷേ അതേ സമയത്ത് മനസ്സിലാക്കണമേ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ യുദ്ധം നടക്കുന്നതായ സമയത്ത് 2 പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം സ്തോത്രം, അതെ, ജോർജ് വാഷിംഗ്ടണും തൻ്റെ സൈന്യവും പരാജയപ്പെടുകയുണ്ടായി. 2 പ്രാവശ്യം ജോർജ് വാഷിംഗ്ടൺ സ്തോത്രം, അതെ, ബ്രിട്ടീഷ് ആർമിയുടെ മുൻപിൽ പരാജയപ്പെടുകയുണ്ടായി. കാരണം അന്നത്തെ ബ്രിട്ടീഷ് സൈന്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയതായ സൈന്യമായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് നാവികസേന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തവും ശ്രേഷ്ഠമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തോടാണ് ജോർജ് വാഷിംഗ്ടൺ തൻ്റെ സൈന്യവുമായി പൊരുതുവാൻ വേണ്ടി പോയത്. ജോർജ് വാഷിംഗ്ടൻ്റെ സൈന്യത്തിന് ശരിയായ ആഹാരമുണ്ടായിരുന്നില്ല, ശരിയായ ആയുധമുണ്ടായിരുന്നില്ല, ശരിയായ വസ്ത്രമുണ്ടായിരുന്നില്ല. മഞ്ഞ് പെയ്ത് തണുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ നഗ്നപാതരായിട്ടാണ് അവർ പലപ്പോഴും യുദ്ധത്തിന് വേണ്ടി നടന്നത്. അവർ വളരെ ക്ഷീണാവസ്ഥയിലാണ്, അരിഷ്ടതാവസ്ഥയിലാണ്. അവർക്ക് ആഹാരമില്ല, അവർക്ക് വസ്ത്രമില്ല, കാലിൽ ബൂട്ടില്ല, സ്തോത്രം, ആയുധങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ ജോർജ് വാഷിംഗ്ടൺ 2 പ്രാവശ്യം അന്നത്തെ ഏറ്റവും ശക്തിയേറിയ സൈന്യമായ ബ്രിട്ടീഷ് ആർമിയുടെ മുൻപിൽ സ്തോത്രം പരാജയപ്പെടുകയുണ്ടായി. പക്ഷെ അങ്ങനെയായിരിക്കുമ്പോൾ ഒരു ഫാർമർ, ഒരു കൃഷിക്കാരനാകുന്ന യഹൂദനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ആരാന്നാ ഞാൻ പറഞ്ഞത്?
യഹൂദനായ ഒരു മനുഷ്യൻ, സ്തോത്രം, അതെ, ജോർജ് വാഷിംഗ്ടനെ സഹായിപ്പാൻ തക്കവണ്ണം മുന്നിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ പേര് സോളമൻ എന്നാണ്. ആ സോളമൻ എന്ന് പേരുള്ളതായ ആ ഫാമർ, സ്തോത്രം, ഈ ജോർജ് വാഷിംഗ്ടനെ സഹായിപ്പാൻ തക്കവണ്ണം മുന്നിലേക്ക് കടന്നു വന്നു. അമേരിക്കൻ ഐക്യനാടിലും അതുപോലെ യൂറോപ്പിലും കോടിക്കണക്കിന് ഡോളറുകൾ അദ്ദേഹം, സ്തോത്രം, റൈസ് ചെയ്തിട്ട് ആ സൈന്യത്തെ പുനഃസംഘടിക്കുകയുണ്ടായി. ആയുധങ്ങൾ ഉണ്ടായി, മറ്റു ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്തു. എന്നിട്ട് അതിനുശേഷം ഈ സോളമന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ സൈന്യം മുന്നിലേക്ക് കടന്നുപോയി. കാര്യം, സ്തോത്രം, ജോർജ് വാഷിംഗ്ടൺ പറഞ്ഞു, എനിക്ക്, സ്തോത്രം, ഇങ്ങനെ മുന്നോട്ട് ഇവരെ നയിപ്പാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാൽ സോളമൻ, നിനക്ക് അതിൻ്റെതായ കരുത്തുണ്ട്, അതുകൊണ്ട് നീ മുന്നിലേക്ക് കടന്നുപോയാട്ടെ. ശ്രദ്ധിക്ക്, സ്തോത്രം, അങ്ങനെ സോളമൻ എന്ന യഹൂദൻ, ചരിത്രത്തിലുണ്ട്, സോളമൻ എന്ന യഹൂദൻ ആ സൈന്യത്തെ മുന്നിലേക്ക് നയിച്ചു. ബ്രിട്ടീഷ് സൈന്യം പരാജയപ്പെട്ടു, അമേരിക്കൻ സൈന്യം ജയിച്ചു. അതുകൊണ്ടാണ് അമേരിക്ക ഇന്നും യഹൂദനെ സപ്പോർട്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ ജനം, സ്തോത്രം, ജയിക്കും. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പറയട്ടെ, മറ്റുള്ളവർ പരാജയപ്പെട്ട സ്ഥലത്ത് നിനക്കൊരു ജയമുണ്ട്. മറ്റുള്ളവർ പരാജയപ്പെട്ടടുത്ത് നിനക്കൊരു ജയമുണ്ട്. കാരണം ദൈവജനമാണെങ്കിൽ യു ആർ അൺബീറ്റബിൾ. നീ ദൈവത്തിന്റെ ജനമാണെങ്കിൽ നിന്നെ തോൽപ്പിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഈ ദൂതിന്റെ തലക്കെട്ടിതാണല്ലോ, യഹൂദനെ ജയിക്കയില്ല. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യഹൂദനെ ജയിക്കയില്ല. സ്തോത്രം, കഴിഞ്ഞ ആഴ്ച നമ്മൾ, സ്തോത്രം, അതേ വാർത്താ മാധ്യമങ്ങളിൽ ഞെട്ടലോടെയാണ് കേട്ടത്. പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു, സോളാർ പാനലുകൾ പൊട്ടിത്തെറിക്കുന്നു, വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. വേറെ ആർക്കുമില്ലാത്ത ടെക്നോളജി, സ്തോത്രം, ഇസ്രായേലിനുണ്ട്. കാരണം വേറെ ആർക്കുമില്ലാത്തൊരു ദൈവം യഹൂദനുണ്ട്. കാരണം ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം അനുകൂലമെങ്കിൽ, ബാക്കി പറഞ്ഞേ, ദൈവം അനുകൂലമെങ്കിൽ, ശക്തിയോടെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ദൈവത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് മക്കളെ. നിന്റെ സ്റ്റാൻഡേർഡിലല്ല നീ ജീവിക്കുന്നത്. നിന്റെ അങ്കിളുമാർ പറയുന്നതോ, രക്ഷിക്കപ്പെടാത്ത നിന്റെ ബന്ധുക്കൾ പറയുന്നതോ, നിന്റെ സുഹൃത്തുക്കൾ പറയുന്നതോ സ്റ്റാൻഡേർഡിൽ നീ താഴല്ല. പകരം ഈ പുസ്തകത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ വിശുദ്ധ ബൈബിളിന്റെ സ്റ്റാൻഡേർഡിൽ അതെ ചിന്തിച്ചാട്ടെ, സംസാരിച്ചാട്ടെ, ജീവിച്ചാട്ടെ, മക്കളെ വളർത്തിയാട്ടെ, കുടുംബജീവിതം നയിച്ചാട്ടെ, സഭയിൽ ശുശ്രൂഷിച്ചാട്ടെ, ഭൗതികത്തിലും ആത്മീയത്തിലും അറിഞ്ഞതിലും അറിയാത്തതിലും രഹസ്യത്തിലും പരസ്യത്തിലും വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങളൊരു ശ്രേഷ്ഠ ജനം തന്നെയായിരിക്കുക. ഇക്കാലത്തെ അല്ല, പണ്ട് കാലത്തെ പെന്തിക്കോസുകാർക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു, ഭൂമിയിലല്ലെങ്കിലും സ്വർഗത്തിന്. ഒരിക്കൽ കൂടെ, പണ്ട് കാലത്തെ പെന്തക്കോസ്റ്റൽസിന് അതേ ഭയങ്കര ഡിമാൻഡായിരുന്നു. എന്താ കാര്യം എന്നറിയോ? സ്തോത്രം, ചായക്കടയിൽ കയറി അവർ ഭക്ഷണം കഴിക്കത്തില്ല. പാസ്റ്റർ കെ എബ്രഹാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം, സ്തോത്രം, ഒരു ഹോട്ടലിൽ കയറി പോലും, ചായക്കടയിൽ കയറി പോലും ഭക്ഷണം കഴിക്കത്തില്ല. ആരും മിണ്ടുന്നില്ല. എന്തൊരു ശാന്തത! കാരണം നമുക്കിന്ന് ചായക്കടയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. വീട്ടിൽ കുക്ക് ചെയ്യാത്തവർ കേൾക്കുന്നുണ്ട്. സ്തോത്രം, കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. കാരണം സ്തോത്രം, സമൂഹത്തിൽ പോലും അതെ മറ്റുള്ളവരുടെ നിലവാരത്തിൽ അവർ താഴത്തില്ല. ചായക്കടയിൽ പോലും കയറി അവർ ഭക്ഷണം കഴിക്കത്തില്ല. ഇന്നലെ നെഹ്റു ട്രോഫി വള്ളംകളിയായിരുന്നു. എല്ലാവരും ടി വിയുടെ മുമ്പിൽ അതേ താമസമായിരുന്നു. പക്ഷെ ശ്രദ്ധിച്ചുകൾക്ക് അന്നത്തെ പെന്തിക്കോസുകാർ ആറന്മുള വള്ളംകളി കാണാൻ പോകത്തില്ലായിരുന്നു. അന്നത്തെ പെന്തിക്കോസുകാർ എന്തൊരു ശാന്തത! ഞാനെന്തോ അപരാധം പറയുന്ന പോലെ. അന്നത്തെ പെന്തിക്കോസുകാർ ആറന്മുള വള്ളംകളി കാണാൻ പോകത്തില്ലായിരുന്നു. അതുകൊണ്ടുണ്ടല്ലോ ആ ജനം ഉള്ളിടത്ത് ദൈവം ഉണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റാൽ ദൈവം എഴുന്നേൽക്കും, അവൻ ചലിച്ചാൽ ദൈവം ചലിക്കും, അവൻ നിന്നാൽ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല, ദൈവം കൂടെ നിൽക്കും. അവൻ വാ തുറന്നാൽ കള്ളവും കാവട്ടും അല്ല പുറത്തു വരുന്നത്. അവൻ വാ തുറന്നാൽ ദൈവത്തിന്റെ ശക്തിയേറിയ വചനം പുറത്തു വരും. അവൻ കൈ തൊട്ടാൽ രോഗികളെ സൗഖ്യമാക്കും. അവൻ വിരൽ ചൂണ്ടിയാൽ ഭൂതങ്ങൾ വിറയ്ക്കും. കമോൺ, മടങ്ങി വാ. ശ്രേഷ്ഠ ജനമായി വേദപുസ്തകത്തിലേക്ക് ദൈവത്തിന്റെ ജനം മടങ്ങി വന്നാണ്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, സ്തോത്രം, അതേ ദൈവത്തിന്റെ ജനത്തെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നാൽ വളരെ ശക്തമായി അടുത്ത സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവം ഇഷ്ടപ്പെടുന്നതിനെ സാത്താൻ വെറുക്കുന്നു. ഒരിക്കൽ കൂടെ, ദൈവം ഇഷ്ടപ്പെടുന്നതിനെ സാത്താൻ വെറുക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? പലരും നിങ്ങളെ കണ്ടിട്ട് ഗിറ്റാർ വായിക്കുകയല്ല, ചൊറിയുന്നത്. സ്തോത്രം, കാരണം ദൈവത്തിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഓ ഹല്ലേലൂയ.
ദൈവം ഇഷ്ടപ്പെടുന്നതിനെ സാത്താൻ വെറുക്കുന്ന, ദൈവം തിരഞ്ഞെടുക്കുന്നതിനെ സാത്താൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരിക്കൽ കൂടെ ദൈവം തിരഞ്ഞെടുക്കുന്നതിനെ സാത്താൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന. എന്നാൽ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. വായ്, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ഈ സെന്റൻസ് വീണ്ടും ആവർത്തിച്ചു പറയും. ദൈവം തിരഞ്ഞെടുത്തത് നീ തോറ്റു തിന്നമ്പാടാനല്ല. ഹേ ഹേ ഹേ, വേറെ ആരെങ്കിലും ഒന്ന് പ്രസവിക്ക, ഞാനൊന്ന് തുള്ളിച്ചാടട്ടെ. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് തോറ്റ് തുന്നമ്പാടാനല്ല. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് നാണം കെടാനല്ല. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് നാറി ജീവിക്കാനല്ല. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് ഈ തലമുറയിൽ ഒരു കാട്ടുതീയാകാൻ, ക്രിസ്തുവിന്റെ സുഗന്ധം വഹിപ്പാൻ. അതിനുവേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനെതിരെ ഇതാ ഒരു യുദ്ധം സ്വർഗത്തിൽ നടക്കുന്നതായി വേദപുസ്തകം പറയുന്നു. നമ്മൾ കേട്ടിട്ടുള്ളത് സ്വർഗം ഒരു ആരാധനയുടെ സ്ഥലമെന്നാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ഇതാ കോടിക്കണക്കിന് ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു. കെരൂബുകളാണെങ്കിൽ 2 ചിറകുകൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ പറഞ്ഞാട്ടെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ ആരാധിക്കുന്നു. സോ ഹെവൻ സപ്പോസ് ടു ബി ദ പ്ലേസ് ഓഫ് വർഷിപ്പ്. സ്വർഗം അതൊരു ആരാധനയുടെ സ്ഥലമാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു ഇവിടെ ഇതാ സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുന്നു എന്ന്. 7-ാം വാക്യം 12-7 വെളിപ്പാട് പുസ്തകം. പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുകയാണ്. ദൈവത്തിന്റെ ജനമേ, ഭൂമിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, ഭൂമിയിൽ നീ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇന്നും സ്വർഗത്തിലൊരു യുദ്ധം നടക്കുന്നു. ഒരിക്കൽ കൂടെ, ഭൂമികൾ നീ ആരാധിക്കുമ്പോൾ, ഭൂമികൾ നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുന്ന. കേക്ക്, സ്വർഗത്തിന്റെ ജയം, അതായത് ആത്മമണ്ഡലത്തിന്റെ ജയമാണ് ഭൂമിയിൽ ജയമായി വെളിപ്പെടുന്നത്. അപ്പോൾ ആദ്യം ജയം നടക്കേണ്ടത്, ആദ്യം നിനക്ക് ബ്രേക്ക് ത്രൂ നടക്കേണ്ടത് ആത്മമണ്ഡലത്തിലാണ്. ആത്മമണ്ഡലത്തിൽ ജയിച്ചാൽ ഭൗമമണ്ഡലത്തിൽ ആ ജയം മാനിഫെസ്റ്റ് ചെയ്യും. ആത്മമണ്ഡലത്തിൽ ദൈവിക ജയം ദൈവകൃപയാൽ കടന്നു വരുമാറാകട്ടെ. നിങ്ങൾക്കെതിരെ സ്തോത്രം കടന്നു വരുന്ന സകല യുദ്ധങ്ങളും ആത്മയുദ്ധമാണ്, മറന്നുപോകല്. വേദപുസ്തകം പറയുന്നു 12:1 മുതൽ വായിക്കുമ്പോൾ, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സ്വർഗത്തെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ അവളുടെ കാൽ കീഴ് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയാണ് അവള്. അവളുടെ കാൽ കീഴ് ചന്ദ്രനുണ്ട്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനുണ്ട്. അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവി കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്തോത്രം. ഒരു സ്ത്രീ ഇതാ വെളിപ്പാടുകാരനാകുന്ന യോഹന്നാൻ കാണുകയാണ്. കേൾക്കണമേ, സ്തോത്രം. ഇതൊരു ആലങ്കാരിക ഭാഷയാണ്. വെളിപ്പാട് പുസ്തകം മുഴുവനും മിക്കവാറും ഭൂരിപക്ഷം എഴുതിയിരിക്കുന്നത് അലങ്കാരമാണ്. സ്തോത്രം. അതൊരു ഡയറക്റ്റ് മീനിങ്ങിലല്ല. ഏതാണ് ഈ സ്ത്രീ? സ്തോത്രം. കത്തോലിക്ക പള്ളി പറയുന്നു അത് അമ്മ മറിയയാണ് എന്ന്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സ്തോത്രം. അമ്മ മറിയയാണ് എന്ന് പറയുന്നവരുണ്ട്. നോ, അല്ല. സ്തോത്രം. പ്രൊട്ടസ്റ്റന്റുകാർ ചിലർ പറയും സ്തോത്രം സഭയാണ് ഈ സ്ത്രീ. സഭയാണ് സ്ത്രീ എങ്കിൽ തിയോളജിക്കലി ഒരു ഭയങ്കര വിഡ്ഢിത്തം അവിടെയുണ്ട്. വേദശാസ്ത്രപരമായി വലിയൊരു തെറ്റ് അവിടെയുണ്ട്. കാരണം സഭയാണ് സ്ത്രീ എങ്കിൽ സഭയല്ല കർത്താവിനെ പ്രസവിച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രവൃത്തി നിമിത്തമാണ് സഭയുണ്ടായത്. സഭയിൽ നിന്നല്ല ക്രിസ്തു ഉണ്ടായത്, പകരം ക്രിസ്തുവിൽ നിന്നാണ് സഭയുണ്ടായത്. മനസ്സിലായവർ ആമേൻ പറഞ്ഞാട്ടെ. പിന്നെ ഏതാണ് ഈ സ്ത്രീ? സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. അവളെ കാൽക്കീഴ് ചന്ദ്രന്, അവളെ തലയിൽ 12 നക്ഷത്രങ്ങൾ. 3 കാര്യങ്ങൾ: സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. പറഞ്ഞാട്ടെ, പറ. എന്താണ്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഇത് 3ഉം കൂടെ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്ന ഒരു സ്ത്രീ. ഏതാണ് ഇത്? സ്തോത്രം. അപ്പോഴാണ് ഒരു സ്വപ്നം എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങളൊരു വ്യാഖ്യാനം പറയുമ്പോൾ വേദപുസ്തകത്തിന്റെ എവിടെയോ അതിനൊരു അർത്ഥം ഉണ്ടായിരിക്കും. നിങ്ങൾ ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ ഒരു നിഴലായി കിടക്കുന്ന ഒരു ദൈവവചനത്തിന് എവിടെയോ ഒരു പൊരുൾ കിടപ്പുണ്ട്. ഒരിക്കൽ കൂടെ,
നിഴലില്ലാത്ത ഒരു പൊരുളില്ല. സ്തോത്രം. സോ ഏതാണ് ഈ സ്ത്രീ? നോക്കാം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം എടുക്കല്ലേ, കേട്ടുപോയാട്ടെ, നേരെയില്ല. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ 17 വയസ്സ് പ്രായമുള്ളതായി ഒരു ചെറുക്കൻ അപ്പന്റെ മുൻപിൽ നിന്ന് തന്റെ സ്വപ്നം പറയുന്ന, ഓ ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 17 വയസ്സ് 18 വയസ്സ് പ്രായമുള്ള ചെറുക്കന്മാരും ചെറുക്കികളും രാവിലെ എഴുന്നേറ്റ്, ഗുഡ് മോർണിംഗ് ഡാഡി, ഗുഡ് മോർണിംഗ് മമ്മി, ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി എനിക്ക് ഹാരി പോട്ടർ എന്നെ ഓടിക്കുകയായിരുന്നു എന്ന ഭയത്തിന്റെ സ്വപ്നമല്ല പറയേണ്ടത്. ഓ ഭൂതം എന്നെ കുത്തി പോത്തന്റെ പുറത്ത് കയറി എന്ന ഭയത്തിന്റെ സ്വപ്നമല്ല പറയേണ്ടത്. സ്വർഗത്തിന്റെ ദർശനങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ തലമുറകൾ പറയുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, യോസേഫ് ദൈവത്തിന്റെ സ്വപ്നം അപ്പന്റെ മുൻപിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ്? കേൾക്ക് മക്കളെ, ഉണർന്നിരിക്കുമ്പോൾ ദൈവത്തോട് കൂടെ ഇരുന്നാൽ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ ഇരിക്കും. ഹലോ, ഉണർന്നിരിക്കുമ്പോൾ നീ ദൈവത്തോട് കൂടെ ഇരുന്നാൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ ഇരിക്കും. ബൈബിൾ വായിക്ക്, പ്രാർത്ഥിക്ക്, ആത്മാവിൽ നടക്ക്. അങ്ങനെയെങ്കിൽ സ്വർഗ കവാടങ്ങൾ സ്വപ്നങ്ങൾക്കും ദർശനങ്ങൾക്കുമായി നിങ്ങൾക്കായി തുറക്കപ്പെടാം. 17 വയസ്സ് പ്രായമുള്ളവൻ രാവിലെ ഒരു ദിവസം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പണ്ട് ബേഥേലിൽ വെച്ച് സ്വപ്നം കണ്ട അപ്പനോട് ഇപ്പോഴത്തെ വീട്ടിൽ വെച്ച് സ്വപ്നം കണ്ടതായ മകനാകുന്ന യോസേഫ്, സ്തോത്രം, സ്വപ്നം പറയുന്നു. അപ്പനും സ്വപ്നമുണ്ടായിരുന്നു, മോനും സ്വപ്നമുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ നോക്കി വിളിച്ചു പറയട്ടെ, നിങ്ങൾ ചുമക്കുന്ന അഭിഷേകം, നിങ്ങളുടെ ശുശ്രൂഷ നിയോഗം, ഇത് സീസൺ അല്ല, ഇത് ജനറേഷൻ ആണ്. യാക്കോബിന് സ്വപ്നമുണ്ടായിരുന്നു, ഇപ്പോഴതാ യോസേഫും സ്വപ്നം പറയുന്നു. യോസേഫ് പറയുന്നതായ സ്വപ്നം ഇതാണ്: സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു. സ്തോത്രം. സൂര്യനും ചന്ദ്രനും, അതെ, ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു, എന്റെ നക്ഷത്രത്തെ, അതെ, 11 നക്ഷത്രങ്ങൾ നമസ്കരിച്ചു. അപ്പോ അവന്റെ നക്ഷത്രത്തെ കൂടെ കൂട്ടുമ്പോ 11 നക്ഷത്രങ്ങൾ, 11 + 1 = 12 നക്ഷത്രങ്ങൾ തികഞ്ഞു. അവിടെ സൂര്യനുണ്ട്, അവിടെ ചന്ദ്രനുണ്ട്, 12 നക്ഷത്രങ്ങളുണ്ട്. സോ ഏതാണ് ഈ സ്ത്രീ? ഈ സ്ത്രീയാണ് ഇസ്രായേൽ. ഇസ്രായേൽ. ആ ഇസ്രായേൽ അഥവാ സ്തോത്രം, ഇസ്രായേലാകുന്ന ദൈവം തെരഞ്ഞെടുത്ത ജാതിയിൽ നിന്ന് ജനിച്ച ശിശു, അവനാണ് ദൈവത്തിന്റെ പുത്രനായ യേശു. സോ മെസ്സിക ജനിപ്പാൻ തക്കവണ്ണം, മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? ബോറടിക്കുന്നു? മെസ്സിക ജനിപ്പാൻ തക്കവണ്ണം ദൈവം വിശുദ്ധമായി തെരഞ്ഞെടുത്ത ഒരു ജാതിയാണ് യഹൂദൻ. മിണ്ടുന്നില്ല. ഞാൻ അടുത്ത് ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഓഫ് റിഡംഷൻ നടക്കാൻ വീണ്ടെടുപ്പെന്ന ദൈവത്തിന്റെ വലിയ പദ്ധതി നടപ്പാക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തതായ ഒരു ജനതയാണ് യഹൂദ ജനത. മനസ്സിലാവരെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ഏറ്റവും വലിയ കാര്യപരിപാടി, ദൈവത്തിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ, ഏലത്തോട്ടവും റബ്ബർ എസ്റ്റേറ്റും 3 നില വീടും സ്റ്റെപ്പിനിയില്ലാത്ത കാറും അല്ല. ദൈവത്തിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് നിന്റെ വലിയ സ്തോത്രം, അതേ, കോടികളെ സമ്പാദ്യവും ഭൗതികവും, അതേ, ഇന്നാ പിടിച്ചോ എന്ന് പറയുന്ന പ്രോസ്പെരിറ്റിയുമല്ല. ദൈവത്തിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് കത്തുന്ന നരകത്തിൽ നിന്ന് മഹത്വത്തിന്റെ സ്വർഗത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നീ നടക്കുന്നതാണ്. നിന്റെ വീണ്ടെടുപ്പാണ്, നിന്റെ വീണ്ടെടുപ്പാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്ലാൻ. അവിടെ ഇതാ വേദപുസ്തകം പറയുന്നു, അങ്ങനെ ഒരു സ്ത്രീയെ ദൈവം തിരഞ്ഞെടുത്തു. അവൾ ഗർഭിണിയായി, മീനിങ് ദൈവത്തിന്റെ പദ്ധതി അവളെ മേൽ വെളിപ്പെട്ടു. അവൾക്ക് നോവ് കിട്ടി, വേദനപ്പെട്ട് നിലവിളിച്ച സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. അപ്പോഴേക്കും 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളതായ മഹാസർപ്പം, അതിന്റെ വാൽ ആകാശത്തിന്റെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ചു. ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. നമുക്കറിയാം, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ദൈവം തിരഞ്ഞെടുക്കുന്നവനെ സാത്താൻ വെറുക്കുന്ന ദൈവം, സ്തോത്രം, അതെ, ദൈവം തന്റെ പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്നവനെ നശിപ്പിപ്പാൻ സാത്താൻ നോക്കുന്നു. മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള 3 പിള്ളേരുണ്ടെന്നിരിക്കട്ടെ, വേറെ ആർക്കുമില്ലാത്ത പ്രശ്നം ഒരു കുട്ടിക്കുണ്ടെങ്കിൽ അവനൊരു സ്പെഷ്യൽ ചൈൽഡാണ്. വേറെ ആർക്കുമില്ലാത്ത വലിയ പദ്ധതി ആ കുഞ്ഞിന്റെ മേലുണ്ട്. വേറെ ആർക്കുമില്ലാത്ത ഒരു പോരാട്ടം ഒരു മോശയ്ക്ക് നേരെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, അവൻ സാധാ കുട്ടിയല്ല. നിങ്ങൾ കേട്ടില്ല?
മോശ ജനിച്ചപ്പോൾ നിയമം മാറി, മോശ ജനിച്ചപ്പോൾ പോരാട്ടം കൂടി, മോശ ജനിച്ചപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയി. ഉടനെ മനസ്സിലാക്കണം, അവൻ സാധാ ഒരു വ്യക്തിയല്ല, അവനൊരു വിടുതലിന്റെ ശുശ്രൂഷ, ഒരു ഭയങ്കര വിടുതല് അവനിലൂടെ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. വേറെ ഏതൊരു കുട്ടിക്കില്ലാത്തതായ പ്രശ്നവും വെല്ലുവിളിയും നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞിനെ നേരെ കടന്നു വരുന്നു എങ്കിൽ മനസ്സിലാക്കണം, വേറെ ആരും ചെയ്യാത്ത വലിയ ശുശ്രൂഷയ്ക്കായി ദൈവം ആ കുഞ്ഞിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സർപ്പമിത ആ കുഞ്ഞിനെ ഉപദ്രവിക്കുകയാണ്. ആ കുഞ്ഞിനെ, ആ സീഡിനെ, ആ തലമുറയെ നോക്കിയാണ് പോരാട്ടം നടക്കുന്നത്. ഒരിക്കൽ കൂടെ, ആ തലമുറയെ നോക്കിയാണ് പോരാട്ടം നടക്കുന്നത്. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ പ്രസന്റിനെ നോക്കി അല്ല പോരാട്ടം നടക്കുന്നത്. ഇത് വേറെ ആരെങ്കിലും ഒന്ന് പ്രസംഗിക്ക്. നിന്റെ പ്രസന്റിനെ നോക്കി അല്ല പോരാട്ടം നടക്കുന്നത്. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകല്ലേ, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകല്ലേ എന്ന് പറഞ്ഞാണ് നിന്റെ ഭാവിക്കെതിരെയാണ് പോരാട്ടം നടക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ദൈവകൃപയാൽ എനിക്ക് പറയാനുള്ളത്, ഇതാ ശവപ്പെട്ടി കാണുന്നു, കരിങ്കൊടി പൊങ്ങുന്നു, ഇത് ആക്സിഡന്റ് വരുന്നു, പിശാചി യേശുവിന്റെ രക്തം ചെയ്യാം. പകരം ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. കൈയടിക്കുന്ന നേരെ കൈയടിക്കും. നിന്റെ അപ്പനില്ലാത്ത, അമ്മ കണ്ടിട്ടില്ലാത്ത, കുടുംബക്കാർക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത, കൂടെ കളിച്ചു വളർന്നവർക്കും കൂടെ പഠിച്ചു വളർന്നവർക്കും വേറെ ആർക്കുമില്ലാത്ത വലിയൊരു കാര്യപരിപാടിക്കായി, നിങ്ങൾ പ്രത്യാശിക്കുന്ന വലിയ കാര്യപരിപാടിക്കായി ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. സർപ്പം വെറുതെ കൈയും കെട്ടിയിരിക്കത്തില്ല, അവൻ പൊരുതുക തന്നെ ചെയ്യാം. വേദപുസ്തകത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ 8 കൊലപാതക തന്ത്രങ്ങൾ മിശിഹായ്ക്കെതിരെ ശത്രു ഒരുക്കിയതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 8 കൊലപാതക തന്ത്രങ്ങൾ, ഏറ്റവും കുറഞ്ഞതാ ഞാൻ പറയുന്നത്, ചിലത് മാത്രം പറഞ്ഞു പോകട്ടെ. 8 കൊലപാതക തന്ത്രങ്ങൾ മിശിഹ ജനിക്കാതിരിക്കാൻ സ്തോത്രം ശത്രു മെനയുകയുണ്ടായി. കേൾക്കണം, നിനക്ക് എത്ര വലിയ വാഗ്ദത്തമാണ് ഉള്ളത്, അത്ര വലിയ പോരാട്ടമുണ്ട്. എത്ര വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അത്രത്തോളം സ്തോത്രം വെല്ലുവിളി നിനക്കുണ്ട്. അല്ലാതെ ആവി വരുമ്പോൾ പുട്ട് തള്ളുന്നത് പോലെ സൺഡേ തള്ളാനല്ല ഞാൻ വന്നത്. നിനക്ക് 1 ലക്ഷം വാഗ്ദത്തമുണ്ടെങ്കിൽ, 1 ലക്ഷം രൂപയുടെ വാഗ്ദത്തമുണ്ടെങ്കിൽ, 1 ലക്ഷം രൂപയുടെ വാഗ്ദത്തമുണ്ടെങ്കിൽ മറുവശത്ത് അതേപോലെ 1 ലക്ഷം രൂപയുടെ പോരാട്ടം ഉണ്ടായിരിക്കും. നിനക്ക് 10 കോടി രൂപയുടെ വാഗ്ദത്തമുണ്ടെങ്കിൽ അതേ ഹൈറ്റിലും വെയിറ്റിലും മറുവശത്ത് സ്തോത്രം അതുപോലെ പോരാട്ടം ഉണ്ടായിരിക്കും. ഇല്ലാതെ ഓപ്പൺ ദ സ്കൈ ഗിവ് മീ എ പൈ ഓൺ മൈ thigh നടക്കത്തില്ല മക്കളെ. വില കൊടുത്താൽ മാത്രമേ ആ പദ്ധതിയിൽ നിനക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. ഇതിനെല്ലാവരും കൈയടിക്കത്തില്ലെന്ന് എനിക്കറിയാം. ജനിക്കല്ലേ, മെസ്സിഹ ജനിക്കല്ലെന്ന് പറഞ്ഞ് കുലപാതക തന്ത്രങ്ങളെ ശത്രു നിമനിക്കുകയുണ്ടായി. കാരണം ഒന്നാമത്തെ പ്രവചനം തന്നെ നോക്കിയാട്ടെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. The seed of the woman is going to trample the head of the serpent. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പോൾ ശത്രു പറഞ്ഞു, അങ്ങനെയെങ്കിൽ അവൻ എന്റെ തലയെ തകർക്കുന്നതിന് മുൻപ് അവനെ നശിപ്പിക്കേണ്ട പരിപാടി ഞാൻ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്പർ 1, ഒന്നാമതായി സ്തോത്രം, ഇതാ വയലിൽ വെച്ച് ഒരു കൊലപാതകം നടക്കുന്ന സഹോദരൻ കയീൻ ഹാബേലിനെ തന്ത്രത്തിൽ കൂട്ടിക്കൊണ്ടുപോയി, വിളിച്ചിട്ട് പോയി, ഇൻവൈറ്റ് ചെയ്തിട്ട് പോയി. ഞാൻ ഇങ്ങനെ പറയട്ടെ, all invitation cannot be inspiration. Hallelujah. All invitation cannot be inspiration. വിളിക്കുന്നിടത്ത് എല്ലായിടത്തും നീ പോകല്ല. കാരണം ചിലയിടത്ത് നിന്നെ വിളിക്കുന്നത് നിന്നെ ഒതുക്കാനാ. അതുകൊണ്ട് നിനക്ക് വേണ്ടിയത് വിവേചനമാണ്. ഇല്ലെങ്കിൽ നിനക്ക് വിവരക്കേടിൽ അവൻ നിന്നെ തകർത്ത് കളയ. ഹല്ലേലൂയ. സഹോദരൻ ഇതാ കയീൻ ഹാബേലിനെ കൊണ്ടുപോയി അവനെ കൊന്നുകളഞ്ഞു. എന്തിനു വേണ്ടി? സ്തോത്രം, അതെ, മെസ്സിഹ ജനിക്കാൻ പാടില്ല, സ്ത്രീയുടെ സന്തതി ജനിക്കാൻ പാടില്ല. കാരണം എനിക്കില്ലാത്തതായ ഭയങ്കര അനുഗ്രഹം ഇതാ ഹാബേലിലേക്ക് വന്നിരിക്കുന്നു. അസൂയ ആ സഹോദരനെ കൊന്നുകളഞ്ഞു. ഇന്നും സഭയിൽ നോക്കുമ്പോൾ എനിക്കില്ലാത്ത പാട്ട് നിനക്കുണ്ട്, എനിക്കില്ലാത്ത പ്രസംഗം നിനക്കുണ്ട്, എനിക്കില്ലാത്ത അനുഗ്രഹം നിനക്കുണ്ടെന്ന് പറഞ്ഞ് ഇന്നും അസൂയ കൊണ്ട് പലരും
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്തോത്രം നാവ് കൊണ്ട് പലരും അസൂയയാൽ പലരെ കൊന്നുകളയുന്ന. എന്നാൽ ഞാൻ പറയട്ടെ, എത്ര കയ്യന്മാർ ഉണർന്നാലും എത്ര കയ്യന്മാർ ഉയർന്നാലും വാഗ്ദത്തം പറവാൻ വായു തുറന്നവൻ വാഗ്ദത്തത്തിലെത്തുവാൻ വഴിയും തുറക്കും. ഒരസൂയയും നിനക്കെതിരെ ഫലിക്കയില്ല. ഒരിക്കൽ കൂടെ, ഒരസൂയയും നിനക്കെതിരെ ഫലിക്കയില്ല. നീ ഉണ്ടായിരിക്കും, പക്ഷെ നിനക്കെതിരെയുള്ള സകല അസൂയയും യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീയില് എരിഞ്ഞ ചാരമാകട്ടെ. കരങ്ങൾ അടിച്ച ജനം ദൈവത്തെ സ്തുതിക്ക്. Hallelujah. Number 2, wrong mentality and sin. സ്തോത്രം, തെറ്റായ മനോനിലയും അതുപോലെയുള്ളതായ പാപവും ലോകത്തിൽ പെരുകുകയാണ്. നോഹയുടെ തലമുറയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നോഹയുടെ തലമുറയുടെ കാര്യം വന്നപ്പോൾ പ്രവൃത്തിയിൽ മാത്രമല്ല ചിന്താഗതിയിലും മനുഷ്യനതാ വീണു. മനുഷ്യന്റെ ചിന്തയുണ്ടല്ലോ, അയ്യോ മനുഷ്യന്റെ ചിന്താഗതിയുണ്ടല്ലോ, അയ്യോ നാടകത്തിലും സിനിമയിലും ഇല്ലാത്തതാ മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇങ്ങനെയും ചിന്തിച്ചു കൂട്ടാൻ തക്കവണ്ണം കഴിയോ? മനുഷ്യന്റെ മനസ്സിൽ ഭയങ്കര മാലിന്യമായി, മനുഷ്യന്റെ മനസ്സിൽ ഭയങ്കര മാലിന്യമായി. പലരും രക്ഷപ്പെടാത്തത് അവന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം തേക്കാത്തത് കൊണ്ടല്ല, നനയ്ക്കാത്തത് കൊണ്ടല്ല, പെർഫ്യൂം അടിക്കാത്തത് കൊണ്ടല്ല. പലരും നന്നാകാത്തത് നിന്റെ റോങ് മെന്റാലിറ്റി കൊണ്ടാണ്, നിന്റെ തെറ്റായ മെന്റാലിറ്റി. ഏത് പുസ്തകം പറയുന്നു? സ്തോത്രം, മനുഷ്യന്റെ അതേ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമല്ല അവന്റെ മനോനില വളരെ ദോഷമുള്ളതെന്ന് ദൈവം കണ്ടിട്ട് ലോകത്തിൽ ദൈവം നോക്കുമ്പോൾ എല്ലാവരും ദോഷമായ മനോനിലയിൽ ജീവിക്കുന്നു, ദുഷ്ടതയുടെ അതേ ചിന്താഗതിയിലായിരിക്കുന്നു. എവിടെ നോക്കിയാലും കയ്പും പാപവും സ്തോത്രം അക്ഷമയും അസഹിഷ്ണുതയിലും അതേ മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് ദൈവം ഇതാ വലിയൊരു ജലപ്രളയം ഉണ്ടായി. വലിയൊരു ജലപ്രളയം ദൈവം ഭൂമിയിലേക്ക് അയച്ചു. പക്ഷേ ദൈവത്തിന് സ്തോത്രം, അതേ ഒരു സ്തോത്രം ജനത ഉണ്ടാകുവാൻ അല്ലെങ്കിൽ മെശിഹ ജനിപ്പാൻ ഒരുവനെ ദൈവം തിരഞ്ഞെടുത്തു. അവൻ്റെ പേരായിരുന്നു നോഹ. കൃപയാൽ നോഹയും അവൻ്റെ കുടുംബവും രക്ഷപ്പെട്ടു. ആ പെട്ടകത്തിൽ അല്പജനം, 1 പത്രോസ് 3:20-21 പറയുന്നു, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ രക്ഷ പ്രാപിച്ചു. സ്തോത്രം, ലക്ഷക്കണക്കിന് ജനം വലിയ ജലപ്രളയത്തിൽ നശിച്ചു. എന്നാൽ കൃപയാൽ നോഹ രക്ഷ പ്രാപിച്ചു. നിനക്കെതിരെ പല വെള്ളങ്ങൾ പൊങ്ങിയപ്പോഴും നിനക്കെതിരെ പല വെള്ളങ്ങൾ പൊങ്ങിയപ്പെടും. നീ തകർന്നു പോയത് നിന്നത് നിന്റെ മനക്കരുത്ത് കൊണ്ടല്ല, മസിൽ കരുത്ത് കൊണ്ടല്ല, പകരം ദൈവത്തിന്റെ കൃപയാലാണ്. ഹല്ലേലൂയ. വീണ്ടും അടുത്തൊരു കുലപാതക അനുഭവം സ്തോത്രം സാത്താനിത മെശിഹായ്ക്ക് നേരെ ഉണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം സ്തോത്രം തിരുവചനം പറയുന്നു, ഏശാവ് തൻ്റെ അതേ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. സ്തോത്രം, നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. ഏശാവ് അവൻ്റെ ബലഹീനതയാണ് പയറുപായസം. നിങ്ങൾ ചിലർക്ക് ബലഹീനതയാണ് ഫുഡ്. കുഴിമന്തി എന്ന് കേട്ടാൽ അവിടെ ബോധം കെട്ട് വീഴുന്നവരുണ്ട്, കൈയുയർത്തണ്ട. ഹല്ലേലൂയ. ആഹാരം എന്ന് കേട്ടാൽ സ്തോത്രം അവിടെ ചത്ത് വീഴുന്നവരുണ്ട്. സ്തോത്രം, അതെ നീ അവസാനിക്കുന്നത് അടുക്കളയിലാകല്ലേ, നീ തീരേണ്ടത് പ്രാർത്ഥനാ റൂമിലായിരിക്കണം. ഹല്ലേലൂയ. ഇതൊരു ശാന്തത. ഹല്ലേലൂയ. സോ യവന് സ്തോത്രം ഈ പായസം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വല്ലാത്തൊരു ഞരമ്പാണ്, വല്ലാത്തൊരു സ്തോത്ര ബലഹീനതയാണ്. പായസം എന്ന് അതിൻ്റെ സ്മെല്ലടിച്ചപ്പോഴേക്കും പുള്ളി വിളിയും തെരഞ്ഞെടുപ്പും ദൈവവും എല്ലാം മറന്നു. ആ പായസത്തിന് മുൻപിൽ ഇപ്പം എന്തോ കിട്ടും മുന്നിൽ ഇപ്പം എന്തോ കിട്ടും. അതാണ് ഏശാവ് ചിന്തിച്ചത്. എന്നാൽ യാക്കോബിൻ്റെ ദൈവം ഇപ്പോൾ അല്ല പറഞ്ഞത്. കേൾക്കണം. പലരും ചിന്തിക്കുന്നത് ഇപ്പം എന്ത് കിട്ടും, ഇപ്പോഴത്തെ പ്രേമം, ഇപ്പോഴത്തെ കാമം, ഇപ്പോഴത്തെ ചുറ്റിക്കളി, ഇപ്പോഴത്തെ വാട്സപ്പ്, ഇപ്പോഴത്തെ അതേ മെസ്സഞ്ചർ, ഇപ്പോഴത്തെ മാങ്ങാത്തൊലി, ഇപ്പോഴത്തെ ചക്കച്ചവണി, ഇപ്പം എന്ത് കിട്ടും. ഏശാവ് ചിന്തിക്കുന്നത് ഇപ്പോഴത്തതാണ്. പക്ഷെ യാക്കോബിന്റെ ദൈവം പറഞ്ഞത് തലമുറയാണ്. ഇപ്പം ചിലതിനോട് നിനക്ക് നോ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പം ചിലതിനെ നീ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. പല പായസങ്ങൾ വിളമ്പുന്ന അമ്മാമ്മമാർ ദേശത്തിൽ നിരന്നിരിക്കുമ്പോ പറഞ്ഞ് എടുത്തിട്ട് പോ, ഇതിന് വേണ്ടിയല്ല അത് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതല്ല എന്റെ ലക്ഷ്യം,
ഇതല്ല എൻ്റെ തെരഞ്ഞെടുപ്പ്, ഇതല്ല എൻ്റെ നിയോഗം. ഞാൻ ജീവിക്കുന്നത് വയറുപായസത്തിന് വേണ്ടിയല്ല. സ്തോത്രം. ഏശാവ് വയറുപായസം നിന്ന് കുടിച്ച് എന്ന് നീട്ടി പറഞ്ഞു. എക്സ്ക്യൂസ് മീ, സോറി. സ്തോത്രം അമേരിക്കക്കാരോട് സോറി. നോക്കണമേ, സ്തോത്രം. അതേ യാക്കോബ് ആ ഗോവേണിയുമായി നടക്കുകയാണ്. ആ ഗോവേണി കുടിയിലോട്ട് ഇറങ്ങുന്ന ഗോവേണിയല്ല, ഉയരങ്ങളിലേക്ക് കയറുന്ന ഗോവേണിയാണ്. ഹല്ലേലൂയ. പ്രലോഭനങ്ങൾ, സ്തോത്രം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ തടയുന്ന പ്രലോഭനങ്ങൾ, പയറുപായസത്തിന്റെ പ്രലോഭനങ്ങൾ. യങ്സ്റ്റേഴ്സ്, പ്രായമുള്ളവര്, തലമുടി നരച്ചവര്, നരയ്ക്കാത്തവര്, നരയ്ക്കാൻ ആഗ്രഹമുള്ളവര് ഒക്കെ കേട്ടിരുന്നോട്ടെ. പ്രലോഭനങ്ങൾ നിന്റെ ഭാവിയിലെ നന്മകളെ തടയുന്ന യേശുവിന്റെ നാമത്തിൽ പറയുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നീയാകട്ടെ, ചിലതിനോട് നമുക്ക് നോ പറയാനുണ്ട്. നമ്പർ 4, ഫറവോൻ. സ്തോത്രം. ഫറവോൻ മെശിഹായുടെ ജനനത്തെ തടയുവാൻ ശ്രമിച്ചു. ഫറവോൻ, തൽമൂദ് പറയുന്നു, 26 ലക്ഷം കുട്ടികളെയാണ് ഫറവോൻ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളഞ്ഞത്. നദിയിൽ യഹൂദ കുട്ടികളെ നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നു. ഓഹോ, ദൈവം പറഞ്ഞു, നീ എൻ്റെ പിള്ളേരെ നദിയിൽ എറിഞ്ഞു കൊന്നല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്നെ സമുദ്രത്തിൽ എറിഞ്ഞ് സമുദ്രത്തിലെ മത്സ്യങ്ങൾക്ക് ഞാൻ നിന്റെ ഫുഡാക്കും. ഹല്ലേലൂയ. സ്തോത്രം. നീ എൻ്റെ പിള്ളേരെ നദിയിൽ തീർത്തെങ്കിൽ, എടാ ഫറവോനെ, നിന്നെ ഞാൻ സമുദ്രത്തിൽ തീർക്ക. സ്തോത്രം. ഫറവോന് അവരെ തടയുവാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ തലസ്ഥാന നഗരിയിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കയില്ല. നിന്റെ നിയോഗത്തെ തടയുവാൻ ഒരധികാരികൾക്ക് കഴിയത്തില്ല. ഫറവോന്, സ്തോത്രം, അവനെ തടയുവാൻ കഴിഞ്ഞില്ല. പിന്നെ വേദപുസ്തകം പറയുന്നു, 1 ശമൂവേലിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഒരു ശൗൽ ഉണ്ടായിരുന്നു. ആ ശൗല്, സ്തോത്രം, ഇതാ പോൾ വാൾട്ടല്ല, ഇതാ കുന്തമെറിയുകയാണ് ദാവീദിന്റെ നേരെ. ഇന്നും അഭിഷേകം നഷ്ടപ്പെട്ട ശൗലന്മാർ, ദൈവത്തിന്റെ കൃപയും കൃപാവരവും ശുശ്രൂഷയും നഷ്ടപ്പെട്ട പെന്റക്കോസ്റ്റൽ പൊളിറ്റീഷ്യൻസ് ഇന്നും വളർന്നു വരുന്ന ദാവീദുമാർക്ക് നേരെ വേലുകൾ എറിയുന്നത് നിനക്ക് കാണുവാൻ തക്കോണം കഴിയാം. പക്ഷേ ഈടോ, നീയൊക്കെ എത്ര വേലെറിഞ്ഞാലും ദൈവകൃപയാൽ പറയട്ടെ, ഹല്ലേലൂയ, ദൈവം തെരഞ്ഞെടുത്തവനെ നശിപ്പിക്കാൻ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ശൗലെറിഞ്ഞ കുന്തം ലക്ഷ്യം കണ്ടില്ല, പക്ഷെ ദാവീദ് എറിഞ്ഞ കല്ല് ലക്ഷ്യം കണ്ടു. ഹല്ലേലൂയ. ശൗലെറിഞ്ഞ കുന്തത്തിന് ലക്ഷ്യം കാണാൻ പറ്റിയില്ല. അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, എനിക്കത് മിസ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞാട്ടെ, എനിക്കത് മിസ് ചെയ്യാൻ പറ്റത്തില്ല. നീ പറയുന്നത് കുറിക്ക് കൊള്ളാൻ വേണ്ടി പോവാ. നീ, സ്തോത്രം, എറിയുന്നത്, അന്ന് അവൻ എറിഞ്ഞത് കുറിക്ക് കൊണ്ടതുപോലെ നിനക്കതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റത്തില്ല. ശൗല് പറയും, അയ്യോ മിസ്സായി പോയി. എന്നാൽ ദാവീദ് പറയും, നോ 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 നോ, ഞാൻ ചെയ്തത് എൻ്റെ യുദ്ധമല്ല, ഞാൻ ചെയ്തത് ദൈവത്തിന്റെ യുദ്ധമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദിന്റെ നേരെ കുന്തം എറിഞ്ഞത് എന്തെന്നറിയോ? ദാവീദിനെ തകർക്കാൻ മാത്രമല്ല, ദാവീദ് പുത്രൻ ജനിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാക്കുന്ന രാമൻ പറഞ്ഞാട്, കാരണം സ്ത്രീയുടെ സന്തതി ജനിക്കല്ല. എൻ്റെ വേദപുസ്തകം പറഞ്ഞേ മക്കളെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, 6-മതായി വേറൊരു കൊലപാതക ശ്രമം നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. 6-മതായി, സ്തോത്രം, മറ്റൊരു കൊലപാതക ശ്രമം. 2 രാജാക്കന്മാർ 11. അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എന്നിട്ട് രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു. രാജസന്തതി ഒക്കെ നശിപ്പിച്ചു. സ്തോത്രം. കേക്ക്, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ട്രൈബ് ഓഫ് ജൂഡ, സ്തോത്രം, യഹൂദ ഗോത്രത്തിൽപ്പെട്ടതായ സകല പിള്ളേരെയും നശിപ്പിച്ചു. സ്തോത്രം. രൂബേന്യ ഗോത്രത്തിന് പോരാട്ടമില്ല, ശിമിയോന് പോരാട്ടമില്ല, ലേവിക്ക് പോരാട്ടമില്ല, ഇസഖാറിന് പോരാട്ടമില്ല, സ്തോത്രം, പിന്നെ നഫ്താലിക്ക് പോരാട്ടമില്ല, ദാന് പോരാട്ടമില്ല, പിന്നെ സ്തോത്രം, യോസഫിന്റെ ഗോത്രങ്ങളാകുന്ന എഫ്രൈമിനും മനസ്സിക്കും പോരാട്ടമില്ല. അയ്യോ, വേറെ ആർക്കും ഇല്ലാത്തതായ പോരാട്ടം എനിക്ക് നേരെയാണ്, വേറെ ആർക്കും ഇല്ലാത്ത കണ്ണുനീര് എനിക്കാണ്, വേറെ ആർക്കും ഇല്ലാത്ത വെല്ലുവിളി എനിക്കാണ്, വേറെ ആർക്കും ഇല്ലാത്ത നിയോഗം നിനക്കാ. യഹൂദ ഗോത്രത്തെ നശിപ്പിപ്പാൻ അഥല്യ എഴുന്നേറ്റ്. നമുക്കെല്ലാം വളരെ കേട്ടിരിക്കണം. ഈ ദൂതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ഇന്നും തിരുവനന്തപുരം പട്ടണത്തിൽ അഥല്യ ശക്തികൾ
അടുത്ത തലമുറയ്ക്കെതിരെ വലവിരിക്കുമ്പോൾ അഥല്യ ശക്തികൾ സ്തോത്രം അതേ സന്താനങ്ങൾക്കെതിരെ വാളോങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് പറയാനുള്ളത്, ദൈവം കണ്ടിട്ടുള്ളത് മുഴുവൻ സംരക്ഷിക്കപ്പെടുന്ന മണിക്കൂറുകളാണ് ഇത്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ചെയ്യാം. ഹല്ലേലൂയ. എല്ലാ അബോർഷൻസും ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. കേട്ടില്ല. എല്ലാ അബോർഷൻസ് ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. സന്താനങ്ങൾക്കെതിരെയുള്ള അബോർഷൻസ് ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. ഭാവി ജീവിതങ്ങൾക്കെതിരെ നന്മകളെ ചോർത്തുന്ന കെട്ടുകൾ അഴിയട്ടെ. ആ രോഗങ്ങൾ കഴിഞ്ഞു മാറാം. ആ ബലഹീനതകൾക്ക് വിട്ടുപോകാം. ആ വിവാഹത്തെ തടയുന്ന കെട്ടുകൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഭാവിക്കെതിരെയുള്ളതായ സകല തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കരങ്ങൾ അടിച്ച് ശബ്ദമുയർത്തി ജനം ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എഡ്യൂക്കേഷൻ ആകട്ടെ, വിവാഹങ്ങളാകട്ടെ, സന്താനങ്ങളാകട്ടെ, സാമ്പത്തികമായിട്ടുള്ള നന്മകളാകട്ടെ, ആത്മീയ ശുശ്രൂഷകളാകട്ടെ, അഥല്യ ശക്തികൾ ഉണ്ട്. അവ എഴുന്നേൽക്കും. 2 രാജാക്കന്മാർ 11 അധ്യായം അതിന്റെ സ്തോത്രം 2-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ യോരാം രാജാവിന്റെ മകളും ആ അഹസ്യാവിന്റെ സഹോദരിയുമായ യഹോശബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗ്രഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഇടയായില്ല. ഹല്ലേലൂയ. യോവാശിനെ രക്ഷപ്പെട്ടു. യോവാശ് എന്ന് പറയുന്ന ഒരുവൻ രക്ഷപ്പെട്ടു. സ്തോത്രം. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ഇന്ന് പകൽക്കാലം എന്റെ മുൻപിൽ വന്നിരിക്കുന്നതെല്ലാം ശത്രുവിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയവരാണ്. ഇത്രയല്ലോ സന്തോഷം. ഹല്ലേലൂയ. 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 ശത്രു നിന്നെ പിടിക്കാൻ നോക്കി, ദുഷ്ടൻ തന്നെ തകർക്കാൻ നോക്കി. സ്തോത്രം. പക്ഷേ ആ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വലിച്ചെടുത്ത്, ബലമുള്ള ശത്രുവിന്റെ കയ്യേക്കാൾ ബലവാനായവൻ നിന്നെ അവന്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്ത് കമാന്. ഇത് നോർത്ത് ഇന്ത്യ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിനെ ഒരു 7 പേരെ തൊട്ട് പറ, എന്നെ പിടികിട്ടിയില്ല. ഒന്ന് പറയാമോ? എത്ര പേരെ തൊട്ട് പറയാൻ പറഞ്ഞു? എത്ര പേരെ തൊട്ട് പറയാൻ പറഞ്ഞു? എത്ര പേരെ തൊട്ട് പറയാൻ പറഞ്ഞു? 7 പേരെ എന്നാ പറഞ്ഞ. 7 പേരെ എന്നാണ് അറിയാത്തവർ വന്നിട്ടുണ്ട്. 1 2 7 പേരെ. തൊടാൻ പറ്റാത്തവരെ നോക്കി പറ. സ്തോത്രം. അത് എന്നെ പിടികിട്ടിയില്ല. അമ്മാര് പിടിക്കാൻ നോക്കി, എന്നെ പിടികിട്ടിയില്ലടേ. എന്നെ പിടികിട്ടിയില്ല. അവരെ പിടിക്കാൻ നോക്കി, എന്നെ പിടികിട്ടിയില്ല. നീ യഹൂദനെങ്കിൽ അവനെ ജയിക്കയില്ല. ടൈം വേസ്റ്റ് ചെയ്യാതെ എന്നെ പിടികിട്ടത്തില്ല. എന്റെ ഓണർ അവിടെ AKG സെന്ററിലല്ല, എന്റെ ഓണർ ഇന്ദിരാ ഭവനിലല്ല, എന്റെ ഓണർ നിയമസഭയിലല്ല, പാർലമെന്റ് ഹൗസല്ല. എന്റെ ഓണർ ഉയർന്നും ഭംഗിയുമുള്ള സിംഹാസനത്തിൽ വസിക്കുന്നു. നീ എന്നെ പിടിക്കാൻ നോക്കും, പക്ഷേ പിടി കിട്ടത്തില്ല. രാജഗ്രഹത്തിലായിരിക്കുന്ന ദൈവജനം തിരിച്ചറിയട്ടെ. പിടി കിട്ടത്തില്ല. നിനക്കൊരു നിയോഗമുണ്ട്. നീ സാധാരണ വ്യക്തിയല്ല, നീ ഒരു റോയൽ ട്രൈബാണ്. വേണ്ടേ മക്കളെ, വേണ്ടേ? റോയൽ ട്രൈബാണ്. കരങ്ങളടിച്ച് ഏറ്റെടുക്ക. നീ ഒരു റോയൽ ട്രൈബാണ്. ആർക്കുമില്ലാത്ത ഒരു നിയോഗം. യേശുവിന്റെ നാമത്തിൽ റോയൽ ട്രൈബാണ്. നിന്റെ മേലെ ഒരു ഭയങ്കര നിയോഗമുണ്ട്. നീ ഒരു പദ്ധതി ചുമക്കുന്നവനാണ്. ആർക്കും കഴിയാത്തത് നിന്നിലൂടെ സാധിപ്പാൻ പോകുന്നു. മറ്റുള്ളവർക്ക് ചിന്തിപ്പാൻ കഴിയാത്തത് നിന്നിലൂടെ കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുന്നു. അവരെ പിടിക്കാൻ നോക്കണം, പക്ഷേ ദൈവം നിന്നെ ഏൽപ്പിക്കയില്ല. കരങ്ങൾ അടിച്ചാരാധിക്കുക. ഹല്ലേലൂയ.
വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ഈ സന്താനം ജനിക്കരുത്, ഈ സ്ത്രീയുടെ സന്തതി ജനിക്കരുത്. അതിന് നേരെ ഒരു ഹാമാൻ എഴുന്നേറ്റ്. അഗാഗ്യനായ ഹാമാൻ പ്രവർത്തിക്കുന്നത് മുന്നിലൂടെയല്ല. അവൻ ആഗാഗ്യനാണ്, മീനിങ് അമാലക്കൈറ്റാണ്. അവൻ അമാലക്കനായതുകൊണ്ട് അവൻ മുന്നിലൂടെ പ്രവർത്തിക്കത്തില്ല, അവൻ പിന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. യേശുവിന്റെ രക്തം ചെയ്യാം. ഇന്ന് പകൽക്കാലം ദൈവസഭയിലും അതെ മുന്നിലൂടെ പ്രവർത്തിക്കാതെ പിന്നിലൂടെ പ്രവർത്തിക്കുന്ന ഹാമാന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, പിന്നിലൂടെ നിന്ന് കുത്തുന്ന ഹാമാന്മാരെ നോക്കി കർത്താവിന് പറയാനുള്ളത്, തലമുറയായി എനിക്ക് നിന്നോട് യുദ്ധമുണ്ട്. അമാലേക്കനെ, തലമുറയായി എനിക്ക് നിന്നോട് യുദ്ധമുണ്ട്. ഹല്ലേലൂയ. ഹാമാനും അവന്റെ പുത്രന്മാരും സ്തോത്രം അതേ തൂക്കിക്കൊല്ലപ്പെട്ടു. യെസ്, അത് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് വേൾഡ് വാറിൽ ന്യൂൺബർഗ് ട്രയൽ എന്നറിയപ്പെടുന്നു. സ്തോത്രം അതേ ആ പ്രത്യേക ന്യായവിസ്താരത്തിന് ശേഷം കാണുവാൻ കഴിയും. ഹാമാൻ പഴയ നിയമത്തിൽ തൂക്കപ്പെട്ടു. സ്തോത്രം അതേ ന്യൂൺബർഗ് ട്രയൽ അത് തന്നെ സംഭവിച്ചു. ഹാമാൻ എഴുന്നേറ്റു. പക്ഷേ ഹാമാൻ ലേറ്റായാണ് വന്നത്. കാരണം എസ്തേർ വന്നത് റൈറ്റ് ടൈമിനാണ്. കേട്ടില്ല? ഹാമാൻ ലേറ്റായ വന്നത്, എസ്തർ റൈറ്റ് ടൈമിന് വന്ന. സാത്താൻ ലേറ്റാണ്. എല്ലാവരും വാച്ച് നോക്ക്, വാച്ചുള്ള എല്ലാവരും വാച്ച് നോക്ക്, ഇല്ലെങ്കിൽ ഫോണിൽ നോക്ക്. എന്നിട്ട് പറ, സാത്താൻ ലേറ്റാണ്. എന്നാൽ അതേ വാച്ച് നോക്കി പറഞ്ഞാൽ ദൈവം റൈറ്റ് ടൈമാണ്. എല്ലാ ഡിലേ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഓ yes. എല്ലാ ഡിലേ get out in Jesus name. എല്ലാ ഡിലേ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എത്ര ഹാമാന്മാർ എഴുന്നേറ്റാൽ എസ്തേറിന്റെ ദൈവം, പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയുടെ ദൈവം നിന്നെ നോക്കി പറയുന്നു, നിന്നെ ജയിപ്പാൻ അവനെ കഴിയത്തില്ല. നിന്നെ ജയിപ്പാൻ ആ പ്രശ്നത്തിന് കഴിയത്തില്ല. നിന്നെ ജയിപ്പാൻ ആ കൂടോത്തരത്തിന് കഴിയത്തില്ല. നിന്നെ ജയിപ്പാൻ ആ മന്ത്രവാദത്തിന് കഴിയത്തില്ല. ആ ചൊവ്വാദോഷത്തിന്, ആ ചൊവ്വാഴ്ച പോരാട്ടത്തിന്, വെള്ളിയാഴ്ച പോരാട്ടത്തിന് കഴിയത്തില്ല. വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി. കാരണം നിന്നോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനത്രേ. ഹല്ലേലൂയ. അൺബീറ്റബിൾ Jew, യഹൂദനെ സ്തോത്രം അതേ തോൽപ്പിപ്പാൻ കഴിയത്തില്ല. നമ്പർ 8, സന്താനത്തിനെതിരെ കടന്നു വരുന്നതായ 8ാമത്തെ പോരാട്ടം മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെ ഒരു ഹെരോദാവ് ഉണ്ടായിരുന്നു. ഹെരോദാവ് ഫറവോന് തുല്യമെന്നതുപോലെ പറഞ്ഞു, എല്ലാ കുഞ്ഞുങ്ങളെ, 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെ അതേ സ്തോത്രം അതേ കൊന്നുകളയാം. 100 കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടു. പക്ഷേ സ്തോത്രം ദൈവത്തിന്റെ സന്താനമാകുന്ന അഥവാ ദൈവപുത്രനായ യേശു സംരക്ഷിക്കപ്പെട്ടു. സമപ്രായക്കാരായ ബാക്കി എല്ലാവരും സ്തോത്രം കൊല്ലപ്പെട്ടു. തുടർന്നുള്ള 33.5 വർഷത്തിൽ യേശു കർത്താവിന് പറവാൻ ഒരു പേഴ്സണൽ ടെസ്റ്റ് മണിയുണ്ട്. എൻ്റെ പ്രായത്തിലുള്ള ഒരുത്തനുമില്ല. പക്ഷേ ദൈവം എന്നെ സംരക്ഷിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിനക്കും പറവാൻ തക്കണം കഴിയും. നീ എടുത്ത 2 വാക്സിനേഷൻ കൊണ്ടല്ല, നീ കഴിച്ച ആഹാരം കൊണ്ടല്ല, കുടിച്ച വെള്ളം കൊണ്ടല്ല, നീ നന്നായി ഡ്രൈവ് ചെയ്തത് കൊണ്ടല്ല, നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട്, നിനക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് നിന്നെ കൊല്ലാൻ കഴിയത്തില്ല. മക്കളെ, ഇങ്ങനെയൊന്നും അല്ല ആരാധിക്കേണ്ടത്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെയല്ല ആരാധിക്കേണ്ടത്. ഒന്ന് ജ്വലിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ. കാരണം ഇന്ന് പകൽക്കാലം മരണം പിന്മാറുകയാണ്. Death is backing up. എല്ലാ അങ്കിളുമാർ കേൾക്കണം, എല്ലാ ആന്യമാർ കേൾക്കണം, എല്ലാ സഹോദരന്മാർ കേൾക്കണം, എല്ലാ കുടുംബങ്ങൾ കേൾക്കണം. സകല പ്രിമച്ചുർ ഡെത്ത്, ആയുസ്സികയാതെയുള്ള സകല മരണങ്ങൾ in the name of Jesus, യേശുവിന്റെ നാമത്തിൽ back up. യേശുവിന്റെ നാമത്തിൽ മരണം പിന്നിലേക്ക്, പകരം ലൈഫ് മുന്നിലേക്ക്. ജീവൻ ഇൻവേഡ് ചെയ്യുന്നു. ജീവനം സമൃദ്ധിയായ ജീവനം.
ഹല്ലേലൂയ. ഏറ്റവും കുറഞ്ഞത് 8 മരണത്തിന്റെ കെണികൾ ശത്രു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ഹെരോദാവ് വരെ ഒളിച്ചു വച്ചിട്ടും കാലസമ്പൂർണ്ണത വന്നപ്പോൾ ജനിക്കേണ്ടവൻ ജയിച്ചു. ഗലാത്യർ 4:4 കാലസമ്പൂർണ്ണത വന്നപ്പോൾ ജനിക്കേണ്ടവൻ ജനിച്ചു. കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവത്തിന്റെ വാച്ചിനെ പിശാചിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ശാപങ്ങൾക്ക് ഇന്ന് പകൽ കീഴടങ്ങാം. ബന്ധനങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പൊളിയാം. എല്ലാം ഓടാതിരിക്കുന്ന വാച്ചുകൾ ഓടി തുടങ്ങട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കി എല്ലാവരും, എൻ്റെ കണ്ണിലേക്ക് നോക്ക്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. നിന്റെ വീട്ടിൽ ഓടാതിരിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ, ഓടാതിരിക്കുന്ന വാച്ച് ഉണ്ടെങ്കിൽ, ഓടാതിരിക്കുന്ന ടൈംപീസ് ഉണ്ടെങ്കിൽ അതിന് ഇന്ന് പകലെടുത്ത് പുറത്ത് കളയണം. ഇല്ലെങ്കിൽ ഇന്ന് പകൽ നന്നാക്കാൻ കൊടുക്കണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഇന്ന് പകൽ ഒന്നുകിൽ അത് നന്നാക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ അതിനെ എടുത്ത് പുറത്ത് കളയണം. കാരണം ദൈവത്തിൻ്റെ വാച്ച് നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുന്നു. സ്റ്റക്കായിരിക്കുന്ന വിഷയങ്ങൾ ഇതാ വീണ്ടും ചലിക്കുന്നു. ഒന്നും നടക്കുന്നില്ല. നോ. നടക്കുന്നെങ്കിൽ നിന്റെ വീട്ടിലേ നടക്കത്തുള്ളൂ. നടക്കുന്നെങ്കിൽ നിന്റെ വിഷയത്തിലേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്ക്. മുന്നില് പിന്നില് അറിയാതെ രഹസ്യത്തിൽ പരസ്യത്തിൽ ഏതവളൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടും ജനിക്കേണ്ടവൻ ജനിക്കേണ്ട ദിവസത്തിൽ ജനിക്കേണ്ട ഇടത്ത് ജനിച്ചു എങ്കിൽ ഒരു വിടുതൽ നിനക്കുണ്ട്, ഒരു ബ്രേക്ക് ത്രൂ നിനക്കുണ്ട്. രണ്ടുപേരെ തൊട്ട് പറ, അവർ നമ്മൾ ജയിക്കത്തില്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, അവർ നമ്മൾ ജയിക്കത്തില്ല. ഏത് പുസ്തകം പറയുന്നു? ദൈവപുത്രൻ ജനിച്ചപ്പോൾ സ്തോത്രം, ദൈവപുത്രൻ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ അവൻ 40 ദിവസം ഉപവസിക്കുമ്പോൾ അതുവരെ രഹസ്യത്തിൽ പ്രവർത്തിച്ച സാത്താൻ പ്രത്യക്ഷമായി അവന് നേരെ കടന്നു വന്നു. കഴിയുമെങ്കിൽ ഈ അപ്പമായി തീരാൻ കൽപ്പിക്കുക. ലോകത്തിന്റെ സകല മോഹം നിനക്കുള്ളതാണ്. പ്രോസ്പെരിറ്റി തിന്ന് നോക്ക് വീണ് നമസ്കരിക്ക്. സ്തോത്രം. ഇല്ലെങ്കിൽ ദേവാലയത്തിന്റെ പള്ളിയുടെ ഏറ്റവും മേലെ, പള്ളിയിൽ എല്ലാവരുടെ മുൻപിൽ ഉന്നത സ്ഥാനം എനിക്കാണ്, ഞാൻ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും വിറക്കണം, ഞാൻ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ചലിക്കണം. ഉന്നത സ്ഥാനം. Get behind me, Satan. ആ ചെറുക്കൻ ഇത്രയും പേടിച്ചെങ്കിൽ പിശാച് എന്തുമാത്രം പേടിച്ചു കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് ജയിപ്പാൻ കഴിയത്തില്ല. കൃപയിൽ ജീവിക്കുക. ഈ പുസ്തകം പറയുന്ന പോലെ ജീവിക്കുക. ഇതിന്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കുക. സ്തോത്രം. അവർക്ക് ജയിപ്പാൻ കഴിയത്തില്ല. കഴിഞ്ഞ ആഴ്ചകളിലും ഈ ദിവസങ്ങളിലെല്ലാം സ്തോത്രം, ഹമാസിന്റെ തലവന്മാർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെട്ടു. സ്തോത്രം. ഇറാൻ എന്ന് അഹങ്കരിച്ചിരുന്ന സ്തോത്രം തീവ്രവാദി രാജ്യത്തിന്റെ അവന്റെ അതേ സ്തോത്രം അലമാരയുടെ അകത്ത് കയറിയെന്നതുപോലെ സ്തോത്രം ഹമാസിന്റെ നേതാവിനെ യഹൂദൻ സ്തോത്രം വധിച്ചു. ഇന്നും ദൈവകൃപയാൽ അവർ മുന്നേറുന്നു. സ്തോത്രം. അവരെ ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല. ബെഞ്ചമിൻ നെതന്യാഹു യുഎൻ പൊതുസഭയിൽ പ്രസംഗിച്ചപ്പോൾ പകുതിയോളം സ്തോത്ര കസേരകൾ ഒഴിഞ്ഞു കിടന്നു. കാരണം ദൈവം തെരഞ്ഞെടുത്തവന് പിശാചിന്റെ സന്തതിക്ക് കണ്ട ഇഷ്ടപ്പെടത്തില്ല. വെളിച്ചത്തിന് മുൻപിൽ ഇരുട്ടിന് നിൽപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ആ കസേരകൾ ഒഴിഞ്ഞു കിടന്നത്. എന്താ ബ്രദർ സുരേഷ് ബാബു ധൈര്യത്തോടെ പറയുന്നത്? ഒരിക്കലേ അവന്മാർക്ക് കൊല്ലാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. രണ്ടാം മരണത്തിന് എൻ്റെ മേൽ അധികാരമില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പാകിസ്ഥാൻ മുക്കല്ല സുവിശേഷം, കാൽവരി മലയിൽ വെളിപ്പെട്ട തേജസ്സിന്റെ സുവിശേഷത്തിനായി സ്തോത്രം. ഇന്ത്യ ഭയങ്കരമായി മുന്നേറുകയാണ്.
ഇന്ത്യ ഭയങ്കരമായി പല കാര്യങ്ങളും മുന്നേറുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ഒന്ന്, ഇന്ത്യയും ഇസ്രായേലും അടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മിസ്റ്റർ നരേന്ദ്ര മോഡിജി, so proud of you, do it again. സാരേ ജഹാൻ സേ അജ്ജാ ഹിന്ദുസ്ഥാൻ ഹമാരാ. കാരണം സ്തോത്രം, എന്റെ ബൈബിൾ പറയുന്നു, സ്തോത്രം, ദൈവം അത് യഹൂദന്മാരുടെ ദൈവമാണ്. ഈ പുസ്തകം യഹൂദന്മാരുടെ പുസ്തകമാണ്. ദൈവം യഹൂദന്മാരുടെ ദൈവമാണ്. സ്തോത്രം, വേദപുസ്തകം അതേ യഹൂദന്മാരുടെ പുസ്തകമാണ്. ലൂക്കോസ് ഒഴികെ സകല എഴുത്തുകാരും വേദപുസ്തകത്തിൽ 39 എഴുത്തുകാരും 40 എഴുത്തുകാരും 39 എഴുത്തുകാരും ആരും സ്തോത്രം പാകിസ്ഥാൻ മുക്കിൽ നിന്നുള്ളവരല്ല, യഹൂദന്മാരായിരുന്നു. 39 എഴുത്തുകാരും സ്തോത്രം യഹൂദന്മാരാണ്. ഓ, തിരുവചനം പറയുന്നു, സ്തോത്രം, ജൂയിഷ് യഹോവ, യഹൂദന്മാരുടെ യഹോവ. സ്തോത്രം, യേശു കർത്താവ് അവൻ യഹൂദനായിരുന്നു. യഹൂദന്മാരെ ഇഷ്ടമില്ലാത്ത സ്തോത്രം വല്ല അതേ വ്യക്തികളും സ്വർഗത്തിൽ പോകുന്നെങ്കിൽ വല്ലാതെ കഷ്ടപ്പെടും, വല്ലാതെ വീർപ്പുമുട്ടും. കാരണം യേശു കർത്താവ് അവൻ യഹൂദനാണ്. അബ്രഹാം, യിസ്ഹാക്ക്, യാക്കോബ്, യോസഫ്, സ്തോത്രം, അതെ, അവർ യഹൂദന്മാരായിരുന്നു. സ്തോത്രം, എല്ലാ പ്രവാചകന്മാർ, മോശ, യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കേൽ, അവരെല്ലാവരും യഹൂദന്മാരാണ്. സ്തോത്രം, അഹരോൻ തുടങ്ങിയുള്ളതായ സകല പുരോഹിതന്മാർ അവർ യഹൂദന്മാരാണ്. ദാവീദ്, യഹോശാഫാത്ത്, ആസ, ഉസിയാവ്, സ്തോത്രം, യോശിയാവ്, സകല രാജാക്കന്മാർ അവർ യഹൂദന്മാരാണ്. 12 അപ്പോസ്തലന്മാർ അവർ യഹൂദന്മാരാണ്. പൗലോസ് അവൻ യഹൂദനായിരുന്നു. സ്തോത്രം, ആദ്യം സാൽവേഷൻ വന്നത്, രക്ഷ ആദ്യം വന്നത് യഹൂദന്മാരിലാണ്. ഹല്ലേലൂയ. റോമർ 1:16 പറയുന്നു, സ്തോത്രം, രക്ഷ ആദ്യം വന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്, പിന്നെയാണ് സ്തോത്രം ജാതികളിലേക്ക് കടന്നു വന്നത്. സ്വർഗം തുറന്നപ്പോഴൊക്കെ സ്വർഗം തുറന്നപ്പോഴൊക്കെ കേട്ടതായ ഭാഷ മലയാളമല്ല. എന്ത് മാതിരി പേசுறீங்க? തമിഴല്ല കേട്ടത്, സംസ്കൃതല്ല കേട്ടത്. സ്വർഗം തുറന്നപ്പോഴൊക്കെ കേട്ടത് എബ്രായ ഭാഷയാണ്. എവിടെ കിടക്കുന്നു ബ്രദർ, എവിടെ കിടക്കുന്നു? സ്വർഗം തുറന്നപ്പോൾ കേട്ടത് എബ്രായ ഭാഷയാണ്. അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായം 14 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ സ്വന്തം സാക്ഷ്യം പറയുകയാണ്. കുതിരപ്പുറത്ത് കയറി ഉള്ള സമയം ഞാൻ മുടിക്കുമെന്ന് പറഞ്ഞ്, സ്ത്രീകളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ്, ഇതാ കുതിരപ്പുറത്ത് കയറി ഒരു ദുഷ്ടമൃഗത്തെ എന്നതുപോലെ ശൗൽ എന്ന് പറയുന്നതായ പരീശൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി ദമസ്കോസിന്റെ ഗേറ്റിലേക്ക് അവൻ അടുക്കുമ്പോൾ തുറന്ന സ്വർഗത്തിൽ നിന്ന്, മലയാളത്തിലല്ല, കന്നഡയിലല്ല, ഹിന്ദിയിലല്ല, സംസ്കൃതത്തിലല്ല, അറബിയിൽ പകരം എബ്രായ ഭാഷയിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? സ്വർഗീയ ഭാഷ, എബ്രായ ഭാഷ, സ്വർഗീയ ഭാഷ. സ്വർഗത്തിൽ നിന്ന് എബ്രായ ഭാഷയിലൊരു ശബ്ദമുണ്ടായി. ഭാഷയ്ക്കെതിരെ സ്തോത്രം പോരാട്ടമുണ്ട്. ഒരു ജനത്തെ തകർക്കണമെങ്കിൽ ഭാഷയെ തകർത്താൽ മതി. അതുകൊണ്ടാണ് കേരളത്തിൽ സ്തോത്രം അതെ ഈ ദിവസങ്ങൾ നടക്കുമ്പോൾ ഹല്ലേലൂയ, ആഹാരം മാറി, കുഴിമന്തി, എവിടെ നോക്കിയാലും മന്തി നാടായി. സ്തോത്രം, എന്നാ സേട്ട മുഴുവൻ ബംഗാളിയാ. ഭാഷ മാറി. നല്ല മലയാളി കാണും അമേരിക്കയിൽ പോകണം, അല്ലെങ്കിൽ UK പോകണം. ഇവിടെ ഉള്ളത് മുഴുവൻ സത്താണ്. ഇവിടെ ഉള്ളത് മുഴുവൻ കൊത്താണ്. കൊത്ത് ഇവിടെ കിടക്കുന്ന മുഴുവൻ കൊത്ത, സത്ത് മുഴുവൻ പോയി. സ്തോത്രം, നാട് മാറി, ഭാഷ മാറി. സെയിം തിങ്. നെബൂഖദ്നേസർ രാജാവ് അതേ യഹൂദന്റെ ഭാഷ മാറ്റാൻ ശ്രമിച്ചു. അവന്റെ പേര് മാറ്റി, അവന്റെ സ്തോത്രം ആഹാരം മാറ്റി, അവന്റെ ഭാഷ മാറ്റി, അവന്റെ പേര് മാറ്റി, അവന്റെ അവന്റെ ആഹാരം മാറ്റി, അവന്റെ ഭാഷയെ മാറ്റാൻ നെബൂഖദ്നേസർ സ്തോത്രം അതേ ശ്രമിച്ചു. സെയിം സ്ട്രാറ്റജി കേരളത്തിൽ നിന്ന് നടന്നിട്ടിരിക്കുമ്പോൾ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, യഹൂദനെ നീ ജയിക്കയില്ല. ഹല്ലേലൂയ. യഹൂദനെ ജയിക്കത്തില്ല. സ്തോത്രം. നിങ്ങൾ ചോദിക്കും, സ്തോത്രം, അപ്പോൾ യഹൂദൻ പെർഫെക്റ്റ് ആണോ? അല്ല, യഹൂദൻ പെർഫെക്റ്റ് അല്ല. യഹൂദന് പറ്റിയ ഭയങ്കര ഒരു അബദ്ധമുണ്ട്. അബദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അബദ്ധമുണ്ട്. കാരണം അവൻ യേശുവിനെ അംഗീകരിച്ചില്ല. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്ന നീ എത്ര വലിയ ഉന്നതനെങ്കിലും, എത്ര വലിയ വിദ്യാഭ്യാസം നിനക്കുണ്ടെങ്കിലും, എത്ര വലിയ കുടുംബം നിനക്കുണ്ടെങ്കിലും, എത്ര വലിയ സ്തോത്രം എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നെങ്കിലും, നിനക്ക് യേശു ഇല്ലയോ, നിന്റെ ജീവിതം തീർന്ന. നിനക്ക് യേശു ഇല്ലയോ,
നിന്റെ കൂടെ ഡിഗ്രി ഉണ്ടായിരിക്കാം, നിന്റെ പേരിന്റെ കൂടെ എഴുതാൻ ഡിഗ്രി ഉണ്ടായിരിക്കും, കോടികളുടെ സമ്പാദ്യം ഉണ്ടായിരിക്കും, നിനക്ക് ധാടിയും മോടിയും ഉണ്ടായിരിക്കും. സ്തോത്രം. എത്രയോ അച്ചീവ്മെന്റ്സ്, എത്രയോ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് നിനക്ക് തോന്നുമായിരിക്കാം. പക്ഷെ യേശുവില്ലയോ, തീർന്നു. ഒരു ദിവസം സ്തോത്രം, ഒരു ബോട്ട് വാടകയ്ക്കെടുത്ത വലിയ ധനികനായ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുകയായിരുന്നു. ആ ബോട്ടിലിരുന്ന് ആ ധനികനായ മനുഷ്യൻ ആ ബോട്ട് തുഴയുന്നവനോട്, അല്ലെങ്കിൽ ബോട്ട് സ്തോത്രം ഓടിക്കുന്നവനോട് തൻ്റെ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നു. കണ്ടോ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഡയമണ്ട് മോതിരം, അത് ഇത്ര ലക്ഷം വിലയുള്ളതാണ്, ഭയങ്കര ഡയമണ്ടാണ്. നിനക്ക് ഡയമണ്ട് ഉണ്ടോ? ഇല്ല സാർ, എനിക്ക് മോതിരം പോലുമില്ല. കണ്ടോ എൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച്, ഭയങ്കര വിലയുള്ളതാണ്, ഭയങ്കര വിലയേറിയ. നിനക്ക് വാച്ചുണ്ടോ? ഇല്ല സാറേ, എൻ്റെ വീട്ടിൽ ടൈം പീസ് പോലും ഇല്ല. എനിക്ക് വലിയ സ്തോത്രം ഡിഗ്രി ഉണ്ട്, പല ഡിഗ്രി ഉണ്ട്. എൻ്റെ പേര് ഇമ്മിണിയാണ്, പക്ഷെ ഡിഗ്രി ഒത്തിരിയാണ്. നിനക്ക് ഡിഗ്രി ഉണ്ടോ? ഇല്ല സാറേ, ഞാൻ 10ാം ക്ലാസ് 12 വട്ടം തോറ്റവനാ. സ്തോത്രം, എനിക്ക് ഡിഗ്രി ഇല്ല. എനിക്ക് വലിയ വൻമാളികകൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുണ്ട്. അതായത് സ്തോത്രം, നിനക്ക് വൻമാളികയുണ്ടോ? ഇല്ല സാറേ, എൻ്റെ മേൽക്കൂര നോക്കിയാൽ ശൂന്യകാശം മുഴുവൻ കാണാം. സ്തോത്രം, അങ്ങനെയുള്ളതായ ഒരു ഓട്ടക്കുടില്ല ഞാൻ കിടക്കുന്നത്. എന്തൊക്കെയാണ് ഈ മനുഷ്യൻ ഉണ്ടെന്ന് പറഞ്ഞത്? സ്തോത്രം. ബോട്ടുകാരൻ പറഞ്ഞു, ഇല്ല സാറേ, ഇല്ല സാറേ. അവർ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഏതൊരു പാറയിൽ ഇടിച്ച് ആ ബോട്ടകന്ന് തകർന്ന് ആ ബോട്ട് മുങ്ങാൻ തുടങ്ങി. ഈ മനുഷ്യൻ തിരിച്ച് ഇപ്രകാരം സാറിനോട് ഒരു ചോദ്യം ചോദിച്ചു, സാറേ നീന്താൻ അറിയോ സാറേ? ഡയമണ്ട് സാറേ, പണക്കാരൻ സാറേ, നേട്ടങ്ങളെ സാറേ, നീന്താൻ അറിയോ സാറേ? അവൻ പറഞ്ഞു, ഇല്ല. സ്തോത്രം. ബോട്ടുകാരൻ രക്ഷപ്പെട്ടു, മറ്റവൻ ഒറ്റപ്പെട്ടു, തീർന്നു. ബോട്ടുകാരൻ രക്ഷപ്പെട്ടു, മറ്റവൻ നഷ്ടപ്പെട്ടു. ഇന്ന് പകൽക്കാലം പറയട്ടെ, എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാലും നിന്റെ ജീവിത പടകിൽ യേശു ഉണ്ടാകും. യഹൂദൻ സ്തോത്രം ദൈവത്തിന്റെ ജനമാണ്. ദൈവം കാല് വാരിയിട്ടില്ല, ദൈവം തകർത്തിട്ടില്ല, ദൈവം കൈവിട്ടിട്ടില്ല, ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. അടുത്ത സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ്. ദൈവത്തിൽ എൻട്രി മാത്രമേ ഉള്ളൂ, എക്സിറ്റ് ഇല്ല. ഹലോ, നിങ്ങൾ കേട്ട? ദൈവത്തിൽ പ്രവേശനം മാത്രമേ ഉള്ളൂ. മീനിങ്, ദൈവത്തിൽ ഒരുവൻ വന്നാൽ ദൈവം ഒരുവനെ ഇറക്കി കളയത്തില്ല. ദൈവം നിന്നെ കൈവിടത്തില്ലെന്ന്, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്, ദൈവം നിന്നെ ഇറങ്ങി പോടാ എന്ന് പറയത്തില്ലെന്ന്, ദൈവത്തിന്റെ പദ്ധതി ദൈവം നിന്നെ മാറ്റത്തില്ലെന്ന്. മാറിയത് നീയാണ്, പ്രാർത്ഥന പോയത് നിനക്കാണ്, വിശ്വാസം തണുത്തത് നിന്നിലാണ്, പിന്മാറ്റത്തിലേക്ക് പോകുന്ന നീയാണ്, ഇടക്കിടക്ക് സഭായോഗം മുടക്കി ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത് നീയാണ്, ലോകവുമായി ചുറ്റിക്കളിക്കുന്നത് നീയാണ്, സ്തോത്രം ആദ്യ സ്നേഹം കളഞ്ഞത് നീയാണ്, ആരാധന നഷ്ടപ്പെടുത്തത് നീയാണ്, അന്യഭാഷ പോയത് നീയാണ്. സെയിം തിങ് യഹൂദന് സംഭവിച്ചു. അബ്രഹാമിൻ്റെ സന്തതി, ഇസ്ഹാക്കിനെ പോലെ കൊയ്ത്ത് കണ്ടവർ, യാക്കോബിൻ്റെ ഗോവണിയുമായി നടന്നവർ, അവർക്കൊരു ദിവസം ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ദിവസം, പറഞ്ഞാട്ടെ, ഒരു ദിവസം, ഒരു ദിവസം, അവർക്കൊരു ദിവസമായിരുന്നു ഉണ്ടായിരുന്നു. ആ ദിവസം സ്തോത്രം ഓൾറെഡി പുസ്തകത്തിൽ ഉണ്ടായിരുന്നതാ. അവിടെ തോറയുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ സ്തോത്രം അവരുടെ പണിക്ക് നിയമമുണ്ടല്ലോ, വചനം. ആ ദിവസം അത് അവരുടെ ദിവസമായിരുന്നു. They supposed to receive Messiah. അവർ മെസ്സിഹായെ സ്വീകരിക്കേണ്ട ദിവസമായിരുന്നു അത്. അതായിരുന്നു ലൂക്കോസ് വിശേഷം 19-ാം അധ്യായം 41-42 തുടർന്ന് താഴേക്ക് നിങ്ങൾ വായിക്കുന്നതായ വാക്യം. സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒലിവുമലയുടെ മുകളിൽ നിന്ന് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്നു ആയിരക്കണക്കിന് ആൾക്കാരെയും കൊണ്ട്. ലൂക്കോസ് 19 മക്കളെ 41 മുതൽ യേശു കർത്താവ് ഒലിവുമലയുടെ താഴ്വരയിലേക്ക് ഇതാ ഇറങ്ങി വരുന്നു. ആയിരക്കണക്കിന് ജനം സ്തോത്രം അതേ ഉച്ചത്തിൽ ശബ്ദമുയർത്തി പറഞ്ഞു, ദാവീദ് പുത്രന് ഹോശന്ന, ദാവീദ് പുത്രന് ഹോശന്ന, ദാവീദ് പുത്രന് ഹോശന്ന. ലൂക്കോസ് 19:41 നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. 42-ാം വാക്യം, ഈ നാളിൽ, എല്ലാവരും പറഞ്ഞാട്ടെ, എന്തോ നാളിൽ? ഒരിക്കൽ കൂടെ, ഈ നാളിൽ, ഈ നാളിൽ സ്തോത്രം, അറ്റ് ലീസ്റ്റ് ഇൻ ദിസ് യുവർ ഡേ. ആ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നു, അറ്റ്ലീസ്റ്റ് ഇൻ ദിസ് യുവർ ഡേ. യുവർ ഡേ, ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ നാളിൽ നിന്റെ സമാധാനത്തിലുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. കേട്ടിരിക്കെ, ഈ നാളിൽ. ഉഴപ്പല്ലേ, ഇന്ന് വേണ്ട, നാളെ മതി, ഇന്നെന്നാ വേണ്ട, അടുത്ത ദിവസം മതി, ഈ ഞായറാഴ്ച വേണ്ട, അടുത്ത സെപ്റ്റംബർ ഇങ്ങനെ പോയല്ലോ, ഇനി അടുത്ത നാളെ ഒക്ടോബർ. രണ്ടുപേരെ തൊട്ട് പറ, ഉഴപ്പൻ ഭാഷ പറയല്ല, പെട്ടെന്ന് പറഞ്ഞേ, ഉഴപ്പൻ ഭാഷ പറയല്ല.
നാളെ 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 എന്ന് സ്തോത്രം അതെ സാത്താൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഡിലേ, സ്തോത്രം ഉഴപ്പം മാർ നാളെ നാളെ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് നാളെ എന്നല്ല, ഈ നാളിൽ, ഈ നാളിൽ, ഈ നാളിൽ. ഞാൻ ധ്യാനിക്കുമ്പോൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഇതുവരെ 34 വർഷം ഞാൻ പറഞ്ഞിട്ടില്ല, കേട്ടിരിക്കുക, മനസ്സിലാക്കാൻ ഭയങ്കര 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 പാട്, പക്ഷേ കേട്ടിരിക്കുക. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഈ നാളിൽ ഞാൻ ചോദിച്ച കർത്താവ്, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? നീ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ഇങ്ങനെ ആരവാരമുണ്ടാക്കി, ഇങ്ങനെ ബഹളമുണ്ടാക്കി നിന്ന വേറൊരു ദിവസം 33.5 വർഷം ശുശ്രൂഷയിലില്ല. കർത്താവ് പറഞ്ഞു, ഇതൊരു പ്രത്യേക ദിവസമാണ് സുരേഷ്, ഇതൊരു പ്രത്യേക ദിവസമാണ്, ഇതൊരു പ്രത്യേക ദിവസമാണ്. സ്തോത്രം. ഇതെവിടെ എഴുതിയിരിക്കുന്ന കർത്താവ്? ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? കർത്താവ് പറഞ്ഞു, സ്തോത്രം, അത് മറ്റേ നോൺ വെജിറ്റേറിയൻ ഫുഡ് പോലും മാറ്റിവെച്ച്, സ്തോത്രം, സസ്യാഹാരം മാത്രം കഴിച്ച് സ്തോത്രം കുടക്കുട ഊസിച്ച് ജീവിച്ച ഒരു ചെറുക്കനുണ്ടല്ലോ അങ്ങ് ബാബേലിൽ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ല. നമുക്കാണെങ്കിൽ രാവിലെ മട്ടൻ, ഉച്ചയ്ക്ക് കുട്ടൻ, പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷെ അവൻ സസ്യാഹാരത്തിൽ മാത്രം ജീവിച്ചവൻ. നിന്റെ പ്ലേറ്റ് നോക്കുമ്പോൾ എനിക്കറിയാം നീ എത്രത്തോളം ദൈവത്തോട് അടുത്തിരിക്കുന്നു. ഡാനിയൽ സസ്യാഹാരം മാത്രം കഴിച്ച്, ഒരു നേരമല്ല, ഒരു ദിവസമല്ല, ഒരു ജീവിതകാലം മുഴുവൻ സസ്യാഹാരം മാത്രം കഴിച്ച് കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി. വേറൊരു രാജ്യമാണ്, വേറൊരു കൾച്ചറാണ്, അപ്പനില്ലേ, അമ്മയില്ലേ, സഹോദരങ്ങളില്ലേ, ആശ്വസിപ്പിക്കാൻ ആരുമില്ല, തള്ളി പ്രാർത്ഥിക്കാനും താങ്ങി പ്രാർത്ഥിക്കാൻ ആരുമില്ല. പക്ഷെ അവൻ പറഞ്ഞു, ആരും ലോകത്തില്ലെങ്കിൽ എൻ്റെ അങ്ങനെ ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ചില ഡേറ്റുകൾ അവന് വെളിപ്പെട്ടു. ഓ കം ഓൺ, ഹല്ലേലൂയ, ഐ സെൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ചില ഡേറ്റുകൾ ചിലർക്ക് വെളിപ്പെടട്ടെ. ഏറ്റെടുക്കണം. ഈ സെക്കൻഡ് സർവീസിൽ പ്രൊഫറ്റിക് ഗ്ലൂറാം ഭയങ്കരമായി റിലീസ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം ചില ഡേറ്റുകൾ വെളിപ്പെടട്ടെ. ദാനിയേലിന് ചില ദിവസങ്ങൾ വെളിപ്പെട്ടു, ദാനിയേലിന് ചില കാലങ്ങൾ വെളിപ്പെട്ടു, ദാനിയേൽ ചില കാലങ്ങളും ചില ദിവസങ്ങളും ദാനിയേലിന് വെളിപ്പെട്ടു. ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ, ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായം 4 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ പുസ്തകം പറയുന്നു, അതേ സ്തോത്രം, അതിക്രമങ്ങളെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, 70 ആഴ്ചവട്ടം. ആക്ച്വലി ഇത് ചാർട്ടിട്ട് സ്തോത്രം ഫിഗേഴ്സോടെ പറഞ്ഞു തരേണ്ട ഒരു കാര്യം. അടുത്ത വാക്യം 25-ാം വാക്യം, ദാനിയേൽ 9:25. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊണ്ടേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി. ശബ്ദം ഉയർത്തി പറഞ്ഞേ, യെരൂശലേമിനെ വീണ്ടും പണിത് യഥാസ്ഥാനപ്പെടുത്തി പണിമാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു ആ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് തന്നെ അതിന്റെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയ. സ്തോത്രം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനുള്ള പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കും. ബാക്കി എനിക്ക് പറയാൻ നേരമില്ല. സ്തോത്രം. ദാനിയേൽ പറഞ്ഞു, ഈ പൊളിഞ്ഞു കിടക്കുന്ന യെരൂശലേം ഉണ്ടല്ലോ, ഇത് ദാനിയേൽ പറയുമ്പോ യെരൂശലേം പട്ടണം പൊളിഞ്ഞു കിടക്കുകയാണ്. യെരൂശലേം പട്ടണം പൊളിഞ്ഞു കിടക്കുക. പക്ഷേ ഉള്ളതിനെ പൊളിക്കുന്നവനല്ല ദൈവം. കേൾക്കണം, പൊളിഞ്ഞുപോയ നിന്നെ പണിയുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. ദാനിയേലിന്റെ കാലസംഖ്യ അവൻ സ്തോത്രം വെളിപ്പെട്ടു. ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അവൻ ഒരു കാലസംഖ്യ 70 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് യെരൂശലേം സ്തോത്രം അതേ പട്ടണം പണിയപ്പെടുക. യെരൂശലേം പട്ടണം പണിയപ്പെട്ടിട്ട് ദാനിയേൽ പറഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. സ്തോത്രം. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വിശദമായി പറയാം. 69 ആഴ്ചവട്ടക്കാലം. 69 ആഴ്ചവട്ടക്കാലം. ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ സ്തോത്രം ഒന്നുകിൽ അത് ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ആഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ
അല്ലെങ്കിൽ മാസമായിരിക്കാം, അല്ലെങ്കിൽ വർഷമായിരിക്കാം. ഒരിക്കൽ കൂടെ, ആഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ദിവസമായിരിക്കാം, ഇല്ലെങ്കിൽ ആഴ്ചയായിരിക്കാം, ഇല്ലെങ്കിൽ മാസമായിരിക്കാം, ഇല്ലെങ്കിൽ വർഷങ്ങളായിരിക്കാം. ഈ കോൺടെസ്റ്റിൽ, ഈ പ്രത്യേക സ്ഥലത്ത് ഇത് വർഷമാണ്. 69 ഈ വർഷം 7 ഗുണം 7, 69 ഗുണം 7. സ്തോത്രം. യഹൂദന്റെ കലണ്ടറിൽ 365 ദിവസമല്ല ഉള്ളത്, 360 ദിവസമാണുള്ളത്. ഒരിക്കൽ കൂടെ, യഹൂദന്റെ കലണ്ടറിൽ 365 ദിവസമല്ല ഉള്ളത്, 360 ദിവസമാണുള്ളത്. മനസ്സിലാകാത്തവരെ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. യെസ്, താങ്ക് യു, ഹല്ലേലൂയ. പിന്നെ പറഞ്ഞുതരാം. 69 ഗുണം 7 ഗുണം 360, 69 ഗുണം 7 ഗുണം 360 സമം 1,73,880 എന്ന് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കിട്ടും. 1,73,880, 1,73,880 ദിവസം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. Hallelujah. സ്തോത്രം. So exactly, ദാനിയേൽ പറഞ്ഞ 1,73,000, ദാനിയേൽ പ്രവചിച്ച 1,73,880 ദിവസമാണ്. അതായത് സ്തോത്രം, ഏപ്രിൽ മാസം 6-ാം തീയതി 32 AD, ഏപ്രിൽ മാസം 6-ാം തീയതി കഴുതപ്പുറത്ത് കയറി ഒരു ആട്ടിൻകുട്ടി യെരുശലേം പട്ടണത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. ഡേറ്റുകൾ തെറ്റല്ല. പകൽക്കാലം ശക്തമായി ആത്മനിറവിൽ ദൈവകൃപയാൽ ഓരോ ജോലികളെ നോക്കി, ഓരോ ബിസിനസ്സുകളെ നോക്കി, ഓരോ കുഞ്ഞുങ്ങളെ നോക്കി, അവരുടെ വിദ്യാഭ്യാസങ്ങളെ നോക്കി, ഓരോ വിവാഹങ്ങളെ നോക്കി, ഓരോ ഭാവികളെ നോക്കി, ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ഞാൻ പറയുന്നു, നോ മോർ ഡിലേ. ഡേറ്റുകൾ തെറ്റുവാൻ കഴിയത്തില്ല. നീ യഹൂദനെങ്കിൽ അവന് ജയിക്കയില്ല. ഞങ്ങൾ ജാതകമല്ല നോക്കുന്നത്, ഞങ്ങൾ ഈ വിശുദ്ധ പുസ്തകമാണ് നോക്കുന്നത്. ഞങ്ങൾ മറ്റേ കുറിയിട്ട അവന്റെ മുമ്പിലല്ല നോക്കുന്നത്, കൂട്ടിൽ കിടക്കുന്ന തത്തയെ അല്ല ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ തന്നെ ഒരു കഴുകനായിരിക്കുമ്പോ, ഞങ്ങൾ തന്നെ ദൈവത്തിന്റെ കഴുകനായിരിക്കുമ്പോ, ഓ ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. BC 445 മാർച്ച് മാസം 14-ാം തീയതി, BC 445 മാർച്ച് മാസം 14-ാം തീയതി യെരുശലേമിന്റെ പണി തീർന്നു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് 1,73,880 ദിവസം ഇതാ യെരുശലേം പട്ടണത്തിന്റെ ആ ഓലിമലയുടെ താഴ്വരയിൽ, ആ സ്തോത്രം, അത് കിദ്രോൻ താഴ്വരയിൽ ഭയങ്കര ജനകൂട്ട. കഴുതക്കുട്ടി ഇതാ ഒരു ആട്ടിൻകുട്ടിയെ ചുമന്നിട്ട് കടന്നു വരികയാണ്. എന്നാണ് ആ ദിവസം? AD 32 മാർച്ച് മാസം 6-ാം തീയതി. ശ്രദ്ധിക്കുക, ഇതുവരെ കേട്ടിട്ടില്ല. മാർച്ച് മാസം 6-ാം തീയതി അതൊരു ഞായറാഴ്ചയാണ്. 7-ാം തീയതി തിങ്കളാഴ്ച, 8-ാം തീയതി ചൊവ്വാഴ്ച, 9-ാം തീയതി ബുധനാഴ്ച. അന്ന് രാത്രി അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേക്ക്, വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് അവൻ ക്രൂശിക്കപ്പെട്ടു. കാരണം അന്നത്തെ പാസ് ഓവർ AD 32 ഏപ്രിൽ മാസം 10-ാം തീയതി ആയിരുന്നു. അന്നത്തെ പാസ് ഓവർ പെസഹ AD സ്തോത്രം 32 AD 32 ഏപ്രിൽ 10-ാം തീയതിയാണ്, വ്യാഴാഴ്ച. എന്താ വെള്ളിയാഴ്ച എന്ന് പറയാതെ വ്യാഴാഴ്ച എന്ന് പറയുന്നത്? കാരണം യേശു കർത്താവ് കൃത്യമായി പറഞ്ഞു, യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നതുപോലെ. സോ വ്യാഴാഴ്ച സ്തോത്രം ഏപ്രിൽ മാസം 10-ാം തീയതി AD 32 സ്തോത്രം കർത്താവ് ക്രൂശിക്കപ്പെട്ടു. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ നരകത്തിൽ പിശാച് പാർട്ടി സെറ്റ് ചെയ്ത് നീ തീർന്നുവെന്ന് വിചാരിച്ച് പലരും പല പാർട്ടി സെറ്റ് ചെയ്യും. പക്ഷെ ഇന്ന് പകൽ കേൾക്കണം, അടുത്ത് വളരെ ആവേശത്തോടെ ഞാൻ പറയട്ടെ, ആ പാർട്ടിയെ എൻ്റെ കർത്താവ് ക്യാൻസൽ ചെയ്യുന്നു. ശത്രുവിൻ്റെ പാർട്ടിയെ കർത്താവ് ക്യാൻസൽ ചെയ്യുന്ന ശത്രുവിൻ്റെ പാർട്ടി. കാരണം യേശു കർത്താവ് അവന് ഉയർത്തെഴുന്നേറ്റു. സോ യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചു. തെറ്റ്, കള്ളം, പച്ചക്കള്ളം. യഹൂദന്മാരല്ല യേശുവിനെ ക്രൂശിച്ചത്. സ്തോത്രം. നമ്പർ 1, ജാതികൾ യേശുവിനെ ക്രൂശിച്ചു. നമ്പർ 2, വിച്ച് ഈസ് ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗാഡ്. കാരണം യഹൂദൻ യേശുവിനെ തള്ളിയത് കൊണ്ട് നമുക്ക് യേശുവിനെ കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അർത്ഥം, ആരെങ്കിലും നിന്നെ തള്ളുമ്പോൾ നിന്റെ ഏരിയ വലുതാകുകയാണ്. മനുഷ്യൻ നോ പറയുമ്പോൾ ദൈവം ഇതുവരെ ഇല്ലാത്ത ഏരിയകളിൽ നിന്നെ വിസ്താരപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ.
ഞാൻ നിർത്തി. ഈ ഇൻട്രഡക്ഷനോടെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. ഇനി എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എന്നാൽ പക്ഷേ ഈ ദിവസങ്ങളിലൊന്ന് ഇതാ ഹമാസ് തകർന്നുകൊണ്ടിരിക്കുന്നു, ഹിസ്ബുള്ള പൊളിഞ്ഞിട്ടിരിക്കുന്നു, ലബാനോനിലെ ദേവദാരു എന്ന വേദപുസ്തകം പറയുന്നു. പൗലൂസിന്റെ ഒത്തിരി കോൺട്രിബ്യൂഷൻ കിടക്കുന്ന ഒരു മണ്ണാണ് ലബാനോൻ. ഈ ആഴ്ചകൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ആഴ്ചകളിൽ സ്തോത്രം എത്ര അറബ് ലീഗുകൾ അവർക്കെതിരെ, യഹൂദന് നേരെ, ഇസ്രായേലിന് നേരെ കൂട്ടുകൂടുമെന്ന് അറിയത്തില്ല. ഒന്ന് എനിക്കറിയാം, സ്തോത്രം ഇത്രയും ഭയങ്കരമായി ബെഞ്ചമിൻ നെതന്യാഹു വളരെ അഗ്രസീവായി നിൽക്കുമ്പോൾ മറുവശത്ത് സ്തോത്രം ഇറാൻ, അതെ സിറിയ, പിന്നെ ടർക്കി, സ്തോത്രം തുടങ്ങിയതായ അറബ് രാജ്യങ്ങൾ വെറുതെ ഇരിക്കത്തില്ല. സ്തോത്രം റഷ്യ അടങ്ങിയിരിക്കത്തില്ല, ചൈന അടങ്ങിയിരിക്കത്തില്ല. സ്തോത്രം ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ UN പൊതുസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ സകല രാജ്യങ്ങളും അവരുടെ സൈന്യങ്ങളും, റഷ്യയുടെ സൈന്യം, ചൈനയുടെ സൈന്യം, അവരെല്ലാം കൂടെ ഒരുമിച്ച് ഒന്നുകൂടും. സ്തോത്രം മെഗിഡോ എന്നറിയപ്പെടുന്നതായ ഒരു താഴ്വര നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മെഗിഡോ എന്നറിയപ്പെടുന്ന താഴ്വര ഒരറ്റത്ത് നിന്ന് നോക്കിയാൽ മററ്റത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. മെഗിഡോ എന്നറിയപ്പെടുന്ന ഈ താഴ്വരയിലേക്ക് സകല സൈന്യങ്ങളും സ്തോത്രം ഈ ദിവസങ്ങളിലൊന്ന് മാർച്ച് ചെയ്ത് എത്തും. യഹൂദന് നേരെ അവർ മാർച്ച് ചെയ്ത് എത്തും. സോ ഇത് ഭയങ്കര കൊലക്കളമായി തീരുവാൻ വേണ്ടി പോകുകയാണ്. ലോകത്തിലുള്ളതായ സകല രാജ്യങ്ങളുടെ സൈന്യങ്ങളും മെഗിഡോ എന്നറിയപ്പെടുന്നതായ ഈ താഴ്വരയിലേക്ക് സ്തോത്രം ഓടിക്കൂടുവാൻ വേണ്ടി പോകുന്നു. ആ താഴ്വരയുടെ വേറൊരു പേരാണ് അർമഗദോൻ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, അർമഗദോൻ. ഇന്ന് ഗാസയിൽ തുടങ്ങിയതായ യുദ്ധം, സ്തോത്രം ലെബനോനിൽ ആരംഭിച്ചതായ യുദ്ധം, ഹമാസിന് നേരെയുള്ളതായ യുദ്ധം, ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ളതായ യുദ്ധം, സ്തോത്രം അർമഗദോൻ യുദ്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ ചോദിക്കും, അർമഗദോൻ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ദൈവപുത്രനായ യേശുവും എതിർ ക്രിസ്തുവും തമ്മിലായിരിക്കും. എതിർ ക്രിസ്തു വമ്പനും കൊമ്പനുമായി എഴുന്നേറ്റ് ഇസ്രായേൽ നേരെ ശക്തമായി പോരടിപ്പാൻ വേണ്ടി പോകുന്നു. പക്ഷെ എതിർ ക്രിസ്തു വരുന്നതിന് മുൻപ് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. സമയം സ്തോത്രം 12:25. 12:45 സൺഡേ സ്കൂൾ ഉണ്ടെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. 2 മണിക്കടുത്ത സർവീസ് ഉണ്ടെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇന്ന് ഉച്ചയ്ക്ക് വിളമ്പുന്ന അതേ ചോറ് കഴിക്കാമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ ആഴ്ച എനിക്ക് ആന്ധ്രയിൽ പ്രസംഗിക്കാമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അടുത്ത ആഴ്ച സഭായോഗം ഉണ്ടെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഏത് നേരവും കാളം ധരിക്കും, മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എതിർ ക്രിസ്തു UN നേതൃത്വത്തിൽ കടന്നു വരിക. അമേരിക്ക യഹൂദനെ കൈവിടും. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ പ്ലീസ്, ജോ ബൈഡന്റെ ആണെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെതാണെങ്കിലും സ്തോത്രം അമേരിക്ക ഉൾപ്പെടെയുള്ള സകല രാജ്യങ്ങളും യഹൂദനെ കൈവിടുക. എന്താ എന്നറിയോ? പല കൊമ്പുകൾ ഒടിയുന്നത് എന്തെന്നറിയോ? പല കൊമ്പുകൾ ഒടിയുന്നത് നിന്റെ കാര്യം ചേർത്ത് ഞാൻ പറയട്ടെ, ആശ്രയിക്കേണ്ടവരിൽ നീയും ഞാനും ആശ്രയിക്കാൻ വേണ്ടിയാണ്. ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിപ്പാൻ വേണ്ടിയാണ് പല കൊമ്പുകൾ ഒടിയുന്നത്. അമേരിക്ക യഹൂദനെ കൈവിടും, ലോകരാജ്യങ്ങൾ കൈവിടും. സ്തോത്രം അബ്രഹാമിന്റെ സന്തതി തനിയെ ശേഷിക്കും. സ്തോത്രം വേദപുസ്തകം പറയുന്നു, പ്രിയ നഗരം വിട്ട്, സ്വന്തം സ്ഥലം വിട്ട്, സ്വന്തം മണ്ണ് വിട്ട്, സ്വന്തം രാജ്യം വിട്ട്, പ്രിയ നഗരമാകുന്ന യെരൂശലേം വിട്ട് അവർ ഓടിപ്പോകുന്ന ഏദോമ്യ പട്ടണമുണ്ട്. അവർ ഓടിപ്പോകുന്ന ഏദോമ്യ പട്ടണത്തിന്റെ പേരാണ് പെട്ര. ഇന്നറിയപ്പെടുന്നതായ സ്തോത്രം അതെ പെട്ര എന്നറിയപ്പെടുന്ന ഏദോമിന്റെ പട്ടണം. നോക്ക്, കല്ലും മണ്ണും മാത്രം ശേഷിച്ചിരിക്കുന്നു. പയറുപായസം മാത്രം കുടിച്ച് പള്ള നിറച്ചവന്റെ പട്ടണം കല്ലും മണ്ണും കൊണ്ട് മാത്രം ശേഷിച്ചിരിക്കുന്നു. ജഡത്തിന് വേണ്ടി ജഡം മാത്രം തിന്ന് ജഡീകനായി ജീവിക്കുന്നവൻ കല്ലും മണ്ണും മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ, കല്ലും മണ്ണും മാത്രം ശേഷിച്ചിരിക്കുന്ന പെട്രയുടെ ആദ്യം മറ്റേ ചിത്രം എന്ത്? സ്തോത്രം അതെ പെട്ര കല്ലും മണ്ണ് മാത്രം പയറുപായസം കുടിച്ചവന്റെ പട്ടണമായിരിക്കുമ്പോൾ, ആത്മീയന്റെ പട്ടണം വേൾഡ് ക്യാപിറ്റൽ ആകുന്ന യെരൂശലേമാണ്. പെട്രയിലേക്ക്
പെട്ര എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തേക്ക് സ്തോത്രം 10,000-കണക്കിന് ലക്ഷക്കണക്കിന് യഹൂദന്മാർ ഓടിപ്പോകും. 1,22,000 യഹൂദന്മാർ സ്തോത്രം ശേഷിക്കും. അതെ, അന്ന് യഹൂദൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചങ്കുപൊട്ടി നിലവിളിക്കുക. ഓ, ഈ ഹാളിനകത്തിരിക്കുന്ന ചിലർക്കറിയാം, നീ കരയിൽ പിടിച്ചിട്ട മത്സ്യം പോലെ പെടഞ്ഞതുപോലെ, കർത്താവ് ഇറങ്ങിയതുപോലെ അന്ന് യഹൂദൻ നിലവിളിക്കുമ്പോൾ എൻ്റെ കർത്താവ് കേൾക്ക്. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കമോൺ, കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. നിലവിളിക്ക് ഉത്തരം നൽകി ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ ഒരു ന്യൂസ് റീഡറാണ്, അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടറാണ് വിനു വി ജോൺ. വിനു വി ജോൺ റാപ്ചറിൽ എടുത്തുകൊള്ളപ്പെടുന്നെങ്കിൽ എനിക്കൊരു വിരോധവുമില്ല. താൻ രക്ഷിക്കപ്പെട്ട ഒരു നല്ലൊരു മാർത്തോമാക്കാരനാണ്. പക്ഷെ വിനു വി ജോൺ സപ്പോസ് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് റൂമിൽ 8 മണിക്കുണ്ടെങ്കിൽ 8 മണിക്ക് സ്തോത്രം എന്തുവാ സ്തോത്രം 8 മണിക്ക് അപ്പുറത്തേക്ക് ന്യൂസ് ബുള്ളറ്റിൻ. വാട്ട്സ് ദ നെയിം മക്കളെ? എൻ്റെ പേരെന്തുവാ? ഓക്കെ, വാട്ട് എവർ. സ്തോത്രം. അതെ, ന്യൂസ് അതെ കടന്നു വരുമ്പോൾ അദ്ദേഹം സ്തോത്രം ചോദിക്കും, നമസ്കാരം, യഹൂദൻ എന്ന് ഉണ്ടാകുമോ? അബ്രഹാമിൻ്റെ സന്തതിയുടെ അവസാന രാത്രിയാണോ ഇത്? ഇനി അവർ ജീവിച്ചിരിക്കുമോ? ഇത് അവരുടെ അവസാനമാണോ? കാരണം നേരത്തെ കണ്ട മെഗിഡോ എന്നറിയപ്പെടുന്ന അർമഗദോൻ വാലിയിൽ റഷ്യൻ പട്ടാളം, ചൈന പട്ടാളം, ഇറാൻ പട്ടാളം, ടർക്കി പട്ടാളം, സ്തോത്രം സകല അറബ് ലീഗിൻ്റെ പട്ടാളം ഇതാ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തന്നെ ന്യൂസ് സ്തോത്രം അതെ നറേഷൻ ആരംഭിക്കുകയാണ്. ചാനൽ 24-ൽ ശ്രീകണ്ഠൻ നായരുണ്ട്. സ്തോത്രം ഷാനി പ്രഭാകരൻ MMTV ഉണ്ടായിരിക്കും. സകല TV ചാനലുകൾ ലോകം മുഴുവൻ ലൈവ് ടെലികാസ്റ്റ് കാണിക്കുകയാണ്. CNN, BBC, ABC, NBC. സ്തോത്രം ലോകത്തിലെ ഏറ്റവും വലിയ ലൈവ് ടെലികാസ്റ്റ്, മനുഷ്യ ചരിത്രം ഉണ്ടായിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ലൈവ് ടെലികാസ്റ്റ് കാണാൻ എല്ലാവരും ടിവിയുടെ മുൻപിലുണ്ട്. അവർക്ക് കാണേണ്ടത് യഹൂദന്റെ നാശമാണ്. യഹൂദന്റെ നാശം. കൊച്ചിയിൽ ഫ്ലാറ്റ് സ്തോത്രം പൊളിഞ്ഞു വീണത് കാണാൻ അതെ എല്ലാവരും ഒരുമിച്ച് ഓടിക്കൂടി. പണിത് കയറുന്നത് കാണാൻ ആർക്കും താല്പര്യമില്ല. ഒരുത്തം പൊളിഞ്ഞു കിടക്കുന്നത് കാണാൻ അയ്യോ എന്തൊരു രസമാണ്. ഓ കമാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഒരുത്തം പൊളിഞ്ഞു കിടക്കുന്നത് കാണാൻ എന്തൊരു രസമാണ്. പണിയുന്നത് കാണാൻ ആർക്കും താല്പര്യമില്ല. ഇവിടെ ഇതാ യഹൂദൻ തകർക്കുന്നത് കാണാൻ, തകരുന്നത് കാണാൻ എല്ലാവരും ഇതാ കാത്തിരിക്കുകയാണ്. ഇതാ ന്യൂസ് റിപ്പോർട്ടേഴ്സ് അതെ അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒലിവുമലയുടെ താഴ്വരയിൽ അങ്ങ് ദൂരെ യെരുശലേമിന്റെ പ്രാന്തപ്രദേശത്ത് അവിടെ നിന്നിട്ട് സ്തോത്രം അതെ ഏതെങ്കിലും ഒരു ന്യൂസ് റിപ്പോർട്ടർ ഇവിടെ ഇതാ സൈന്യങ്ങൾ വളഞ്ഞിരിക്കുന്നു, മിസൈൽ വിന്യസിച്ചിരിക്കുന്നു, എല്ലാം പെട്രയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, യഹൂദൻ ഇനി ഇല്ല. പക്ഷേ അവരിങ്ങനെ കണ്ടിട്ടിരിക്കുമ്പോൾ ലൈവായിരിക്കുമ്പോൾ അവർ പറയും, ഹേ നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം നിങ്ങളുടെ പിന്നിൽ 10,000 സൂര്യന്മാരുടെ തേജസ് വെളിപ്പെടുന്നു.